നമുക്ക് ഡിസ്കോ ട്രോൾസ് നോക്കാം. താഴെ നിന്ന് മുകളിലോട്ട് നോക്കാം അല്ലേ? എന്താടാ ഞാൻ ആദ്യം തന്നെ കാണണേ. ജോജു ബ്രോ താങ്ക് യു സോ മച്ച് 44. അതേപോലെ നൈറ്റ് ഓപ്പി ബ്രോ, വാസവണ്ണ ബർത്ത്ഡേ ഒക്കെ അല്ലേ, എനിക്കൊരു റൈഡ് തന്നാൽ വളരെ സന്തോഷം. എനിവേ ഹാപ്പി. നൈറ്റ് ഓപ്പി ബ്രോ താങ്ക് യു സോ മച്ച് 100. ഇപ്പം റൈഡ് തന്നാൽ ശരിയാവില്ല. ആൻഡ് താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട്. 98 AGM ബ്രോ താങ്ക് യു സോ മച്ച് 26 സൂപ്പർ ചാറ്റ് ബ്രോ. അജയ് ചന്ദ്രൻ താങ്ക് യു സോ മച്ച് 3 pound. ഹാപ്പി ബർത്ത്ഡേ ബ്രോ. മെന്നിയാണ് ആശാനാക്ക്. അത് മെന്നി തന്നെ, ഇന്നലെ വന്ന സെയിം അക്കൗണ്ട് പറ്റത്തില്ല. ഗോസ്പർ ബ്രോ താങ്ക് യു സോ മച്ച് 1100 rupees. സ്പോൺസേഴ്സ് ഗ്രൂപ്പ് 1 വക, ലവ് യു. ടൺസ് ഓഫ് ഗെയിമേഴ്സ് താങ്ക് യു സോ മച്ച് ബ്രോ ഫോർ 44. അരവിന്ദ് ബ്രോ താങ്ക് യു സോ മച്ച് 110. ഹാപ്പി ബർത്ത്ഡേ അണ്ണ. ഞാൻ ഇന്നലെ കണ്ട TVM-ൽ. ഓ ബ്രോ ഹായ്. വേവ് എക്സ് മെക് ബ്രോ താങ്ക് യു സോ മച്ച് 44. അപ്പം നമുക്ക് അണ്ണ കോപ്പി റൈറ്റ്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ കോപ്പി റൈറ്റ് ഉണ്ടെങ്കിലും സൂപ്പർ ചാറ്റ് ചെയ്യുന്ന പൈസ കിട്ടത്തില്ലെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? അങ്ങനെ ഒരു ഇതില്ല ആക്ച്വലി യൂട്യൂബിന്, എൻ്റെ അറിവിലില്ല. എനിക്ക് കോപ്പി റൈറ്റ് ഉള്ള സ്ട്രീംസിൻ്റെ റവന്യൂ ഒക്കെ എനിക്ക് കിട്ടാറുണ്ട്. അങ്ങനെ ആരാ പറഞ്ഞത്? അങ്ങനെ ഉണ്ടോ ശരിക്കും? എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എൻ്റെ റവന്യൂ ഒക്കെ കറക്റ്റായിട്ട് ഈ നമ്മൾ ഈ മാസം ചെയ്ത 4 സ്ട്രീംസിനും എനിക്ക് കോപ്പി റൈറ്റ് ഉണ്ട്. യൂട്യൂബിൽ കോപ്പി റൈറ്റ് ഉണ്ട്. പക്ഷേ ഈ കോപ്പി റൈറ്റിൻ്റെ റവന്യൂ ഒന്നും എനിക്ക് പോയിട്ടില്ല. അല്ലെങ്കിൽ സൂപ്പർ ചാറ്റ് ചെയ്യണേ വ്യൂ കൗണ്ടിൽ വരുന്ന ആഡ് പ്ലേ ആവുന്ന റവന്യൂ നിങ്ങൾക്ക് കിട്ടത്തില്ലെന്നേ ഉള്ളൂ. അങ്ങനൊരു ഇതില്ല. നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് ചെയ്യുന്നതിൻ്റെ 40% കമ്മീഷൻ യൂട്യൂബ് എടുക്കുന്നേ ഉള്ളൂ. 40% കമ്മീഷൻ യൂട്യൂബ് എടുക്കുന്നേ ഉള്ളൂ. വേറെ കോപ്പി റൈറ്റ് ഉള്ളത് സൂപ്പർ ചാറ്റിൽ നിന്ന് നിങ്ങൾക്ക് വേറെ ഒരു രീതിയിലും കട്ട് വരില്ല. എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. എനിക്കങ്ങനെ അറിഞ്ഞൂടാ അത് അങ്ങനെ ഉണ്ടോയെന്ന്. കുറയോ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അറിയത്തില്ല. എനിക്ക് എൻ്റെ എല്ലാം കറക്റ്റ് അനലറ്റിക്സിൽ വരുന്നുണ്ട്. ആൻഡ് ഈ ഫോട്ടോ വരച്ചത് ആരാണ്? കിരൺ ബ്രോ താങ്ക് യു സോ മച്ച്. എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല കേട്ടോ, കിടിലം. എന്ത് ഡീറ്റെയിലിംഗ് ആണോടാ ബ്രോ. എനിക്കിതൊന്ന് കൊറിയർ അയച്ചു തരുമോ? ദിനേശൻ മാനസം മുന്നോട്ട് കൂടുതൽ പോയോ പത്തനംതിട്ട. പ്ലീസ് എനിക്ക് അയച്ചു തരണം പ്ലീസ്. ഇറ്റ്സ് എ റിക്വസ്റ്റ്. ടുബോർഗിൻ്റെ ചന്തയിലെ ബ്രെയിൻ 44 രൂപ അഡ്വാൻസ്. ഹാപ്പി ബർത്ത്ഡേ അണ്ണാന്ന്. എത്തിരി പറയാൻ. റഷീദ് ബ്രോ താങ്ക് യു സോ മച്ച് QR10 ബ്രോ. ജാന മേരി ജാന പാടോ. ജാന മേരി ജാന തൂ മേരി ജാന. എനിക്ക് അറിഞ്ഞൂടാ ബ്രോ. ഏട്ടാ ഈ കോഫി വിസാഡ് ബ്രോ ബോയ് വിത്ത് 110 rupees സൂപ്പർ ചാറ്റ്. ഏട്ടാ ഈ കോഫി താങ്ക് യു. ഇസ്മായിലക്ക താങ്ക് യു സോ മച്ച് 20 rupees. ആദ്യത്തെ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേകളെ. നീ 244 രൂപ എനിക്ക് 100 രൂപ എനിക്ക് GPay ചെയ്തുകൂടായിരുന്നോ? 40%, 80%, യൂട്യൂബിന് കൊടുത്തില്ലേ? അടുത്ത ഹാപ്പി ബർത്ത്ഡേ അണ്ണാ. എടാ എല്ലാവരും ഇതെല്ലാം എനിക്ക് അയച്ചതാ കൈസ്. എനിക്ക് ഇവിടെ വെക്കാൻ കുറേ ഇത് വേണം. സാഗൻ ഗെയിമിങ് താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ഈകളേട്ടാ. സാഗൻ ഗെയിമിങ് താങ്ക് യു സോ മച്ചടാ. സൗണ്ട് ഇല്ലേ ഇതിന്? ഓ അല്ലല്ല വെയിറ്റ്. ഞാൻ ഇത് മാറ്റിയിട്ടിരിക്കുക. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാവോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇതിനകത്തോടെ ഒന്ന് മാറ്റിക്കോട്ടെ. ഡെസ്ക്ടോപ്പ് ഓഡിയോ പ്രോപ്പർട്ടീസ്. ഇത് തന്നെ. ഓക്കെ, നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാം. പ്രോപ്പട്ടൻ ബ്രോ ഹായ്. പ്രോപ്പട്ടൻ എങ്ങനെയാണ് ആ പേരിലേക്ക് വന്നത്? ഞാൻ പേര് മാറ്റിയാണ് 110 രൂപ. ഒരു 9 വാസം വേണ ഉമ്മ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ 110. എവിൻ ഷാജി താങ്ക് യു സോ മച്ച് 40 ബ്രോ. 3 ഉമ്മ തരുമോ? ഹാപ്പി ബർത്ത്ഡേ ബ്രോ. 3 ഉമ്മയാ? Oh my fucking god!
സോപ്പിന്റെ അടിയിൽ എന്തിനായിരിക്കണേ? ഒരു സോപ്പ് കാരണം ഒരു കുടുംബം ഇല്ലാണ്ടായി. 1 vs 5 ഒരു സോപ്പ് നിന്ന് 10 പേരെ കൊല്ലണ്. എന്റെ അമ്മച്ചി. ദിലിൻ, താങ്ക് യു സോ മച്ച് ഫോർ ദ 2.7. ബ്രോ, ഈ ദിലിൻ എന്നുള്ള പേര് ബ്രോയുടെ യഥാർത്ഥ പേരാണ്? എൻ്റെ അത്രയും വാണപ്പേരുള്ള ഒരു വേറെ ആളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് ആ പേര് ഇഷ്ടമല്ല കേട്ടോ, ദിലിൻ എന്നുള്ള പേര്. എനിക്ക് സത്യം പറഞ്ഞാൽ കേൾക്കും, എനിക്ക് അങ്ങനെ ആൾക്കാരെയും കണ്ടിട്ടില്ല. ബ്രോ യഥാർത്ഥത്തിൽ ദിലിൻ എന്നാണ് പേര്. ഞാൻ അങ്ങനെ ഒരാൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അഫ്സൽ ഡി ക്യു, താങ്ക് യു സോ മച്ച് ഫോർ 110 ബ്രോ. ഹാപ്പി ബർത്ത്ഡേ ഈഗിൾ ബ്രോ ഫ്രം ഗ്രൂപ്പ് 3. ലവ് യു അണ്ണ ഉമ്മ. താങ്ക് യു സോ മച്ച് ബ്രോ. അഫ്സൽ ഡി ക്യു ബ്രോ. ബ്ലൈൻഡ് റാംബോ, എടാ റാംബോ നീ ജീവിച്ചിരിപ്പുണ്ടടാ, നിന്നെ തല്ലിക്കൊന്നുമില്ല ആരും ഇതുവരെ. 220 സൂപ്പർ ചാറ്റ്. താങ്ക് യു സോ മച്ച് ഡാ, താങ്ക് യു സോ മച്ച്. സിനി കപ്പ്, താങ്ക് യു സോ മച്ച് ഫോർ ദ HUBB. താങ്ക് യു സോ മച്ച് ഫോർ 41. ഡിസ്കോഡ് ലിങ്ക് തരുമോ? വെറുതെ ഗൂഗിളിൽ ഈഗിൾ ഗെയിമിംഗ് എന്ന് സെർച്ച് ചെയ്താൽ മതി ബ്രോ, കിട്ടും. ഫിൽത്തി വിസാഡ് 179. മിസ് യു മോളെ. മിസ് യു ടൂടാ. എടാ ഇതൊക്കെ ഇത് വല്ല സ്പൂഫ് വീഡിയോ വല്ലതും ആണോ? ഇത് യഥാർത്ഥത്തിൽ സിനിമയിലുള്ളതാണ് ഇത് ശരിക്കും? പക്ഷെ എൻ്റെ അമ്മച്ചി, ഇതൊക്കെ ആരുടെ ഇതിനൊക്കെ? So we all know that on Earth there's more water than land. That's not true. How so? There's more land under the water. ശരിയാ. Hey, smile. 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 ഔട്ട് ഓഫ് ഫിസിക്സ്. ഇത് പറ്റൂല, ഇത് നമുക്ക് പോസ് അടിക്കാൻ പറ്റില്ല ഒരിക്കലും. ആൻഡ് എനിക്ക് ഈ ഫോട്ടോ പോസ് അടിച്ച് കാണേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലായ? ശരിക്കും പറഞ്ഞാൽ ഈ ഫോട്ടോ പോസ് അടിച്ച് കാണേണ്ട ആവശ്യമൊന്നും അത്രയ്ക്ക് ഗതികളൊന്നും നമുക്കില്ല, മനസ്സിലായല്ല? പിന്നെ ഇനി ഞാൻ ഫോട്ടോ പോസ് അടിക്കാൻ എൻ്റെ ഒരു ബർത്ത്ഡേ ദിവസം മൊത്തം കളഞ്ഞ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിൻ്റെ പോസ് എവിടെയാണെന്ന് നോക്കി ഞാൻ ഇവിടെ ഇരിക്കാം. ഡെഡിക്കേറ്റഡ് ടു ഈഗിൾ ഗെയിമിംഗ് AK പരന്തു വാസു. ഇത് വെളുത്തിട്ട് പാറുന്നതിൻ്റെ മറ്റേ ഇതിൻ്റെ ഇതിനകത്ത് ഇത് എന്തിനാടാ? എടാ എൻ്റെ ഇതിനകത്ത് ഇത് എങ്ങനെ ഇത് ഏത് ചൂട് വെച്ച് വെളുപ്പിച്ചിരിക്കണം എന്നെ? ടീഷർട്ട് ഒരു വെളുത്ത് വിറങ്ങലിച്ചു പോയി. ദിലിൻ അണ്ണാ ശരിക്കുള്ള നെയിമാണ്. എടാ എൻ്റെ പേരും അത് തന്നെയാടാ. നമ്മൾ രണ്ടുപേരും ഉള്ളു ഈ ലോകത്ത് ഇങ്ങനെ ആയിപ്പോയത് കേട്ടാ. നമ്മുടെ രണ്ടിൻ്റെ പേര് ഇങ്ങനെ ആയിപ്പോയി. വിഷമിക്കേണ്ടത്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. എനിക്ക് നിന്നെ കണ്ടപ്പോൾ ഒരു സന്തോഷം മതി. ഇപ്പം നിനക്ക് എന്നെ കാണുമ്പോൾ സന്തോഷിക്കാമല്ലോ. നമ്മുടെ മക്കൾക്ക് നല്ല പേരിടാം. ദൃഷ്ടദ്രിഞ്ചൻ ഇങ്ങനെയൊക്കെ പേര്, അങ്ങനത്തെ കുറച്ച് വെയിറ്റ് ഉള്ള പേരുകൾ ഇടണം. 18+ സൂപ്പർ ചാറ്റ് ബൈ ഗ്രൂപ്പ് 4. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. #OB ബ്രോ ഫോർ 69. എൻ്റെ എല്ലാ പടങ്ങളും വന്നിട്ടുണ്ട്. താങ്ക് യുടാ, താങ്ക് യു. ഈഗിൾ ഗെയിമിംഗ്. ഇത് ഞാൻ പറയണം, ഇത് നിങ്ങൾ നമ്മുടെ TVയുടെ ഓഡിയൻസ് എല്ലാവരും കാണേണ്ട ഒരു വീഡിയോ ആണേ. ഇന്നലെ ഞാൻ മറ്റേ അലീനെ തൂക്കിയായിരുന്നു. ഞാൻ ഇടത്തേക്ക് ഇട്ട് ഭയങ്കര വെയിറ്റ്. എല്ലാരും മൊത്തം തൂക്കിയടാ. പറഞ്ഞോ നാളെ ഇവനൊക്കെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കേറി പിടിക്കുവോ? എനിക്കതാ ചോദിക്കാനുള്ളത്. കേറി പിടിക്കുവോ ഇവനൊക്കെ? റിലാക്സ്, ഇറ്റ്സ് ജസ്റ്റ് എ വീഡിയോ ഗെയിം. നിനക്ക് നാളെ ഇതുപോലെ ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പെണ്ണിന് ഇവനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവനൊക്കെ റിയൽ ലൈഫിലാണെങ്കിൽ ഇവൻ കേറി പിടിക്കുവോ? ബോഡി ചെക്കണം ഈ കുട്ടിയുടെ ബോഡി ചെക്കണായിരിക്കും. ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ചെക്ക് ചെയ്യണം. വേറൊന്നും വെച്ചിട്ടില്ല, അകത്തൊന്നും വെച്ചിട്ടില്ല. ഇങ്ങോട്ട് വരരുത്. ചെക്ക് ചെയ്തിട്ടൊക്കെ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ പെൺപിള്ളേരെ molest ചെയ്യാൻ പാടില്ല ഈ ഒരു സിറ്റുവേഷനിൽ. പാടില്ല. ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം. What the fuck did we just hear? ഒരു തെറിയല്ല അവൻ വിളിച്ചത്. ഇവന്റെ അവനൊരു തെറിയാ വിളിച്ചെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ലൈക്ക് അവൻ ഇനി അത് റിപ്പീറ്റ് ചെയ്യാതെ അവൻ നോക്കി. ഇത് ഇവന്റെ മെന്റാലിറ്റി ആണത്. ഈ പറഞ്ഞവന്റെ മെന്റാലിറ്റി ആണ് കിട്ടിയാൽ ഒരു പെണ്ണിനെ പിടിക്കണമെന്നുള്ളത്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ പെൺപിള്ളേരെ molest ചെയ്യാൻ പാടില്ല ഈ ഒരു സിറ്റുവേഷനിൽ. പാടില്ല. ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം. So by your logic, Vasu and Babu will molest a woman if they get a chance. ഞാൻ പറയാം. ഇവരൊക്കെ എന്ത് ഉദ്ദേശിക്കുന്ന എന്തുവാ?
ഇതിന്റെ വൾഗർ എന്നൊക്കെ ഇത് വൾഗർ ഒന്നൊന്നും അല്ല. സാമ്പിളിന് 1-2 അണ്ടി കാണിച്ചാ മതിയാ? സിറ്റിയിൽ എത്ര പേർക്ക് അറിയാം? എനിക്ക് സിറ്റിയിൽ പണ്ട് തൊട്ടേ വന്ന കാലം തൊട്ടേ എനിക്ക് അണ്ടി കച്ചവടമാണ്. ലൈക്ക് അതായിരുന്നു നമ്മുടെ സ്റ്റാർട്ട്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അണ്ടി കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കാഷ്യൂ നട്ട് അണ്ടി. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വിളിക്കാവേ. ഇനിയും വണ്ടി തപ്പാൻ ഞാൻ വരും. അവിടെ നിൽക്കുന്ന ആ ചുമല മുതിക്കാരൻ എന്നെ ഇടിച്ചു. You are actively promoting double meaning sexual role play. Sexual role play ആ? ഒരു മിനിറ്റ്. നിനക്ക് പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് വാസുന് വരുന്നതേ ഇല്ല. എനിക്ക് പെട്ടെന്ന് വാസുന് വരുന്നതേ ഇല്ല. എനിക്ക് പെട്ടെന്ന് വാസിന് വന്നതേ ഇല്ല. ലാസ്റ്റ് ആയിട്ട് ഞാൻ ഒന്നുകൂടെ വലിക്കുക. ഇതിലും പറ്റില്ലേ പിന്നെ എന്റെ കാര്യമില്ല. വാവ് ചേച്ചി, യു ആർ ഓൾസോ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഇറ്റ്. എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതുപോലൊരു സംസാരം സംസാരിച്ചവനെ സെർവറിൽ ഇനിയും കളിപ്പിക്കണോന്ന് ഇവർക്ക് എങ്ങനെ പറയാൻ പറ്റുന്നു? കണ്ടല്ലോ എല്ലാവരും. എനിക്ക് അടുത്തൊരു കാര്യം പറയാനുണ്ട് ഗൈസ്. ഫസ്റ്റ് ഗൈസ്, ഡബിൾ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ പ്രയോഗത്തിന് രണ്ടർത്ഥങ്ങൾ. ഇതൊരാൾക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ആ മനസ്സിലാകുന്ന ആൾക്ക് ഇതിൻ്റെ രണ്ട് വശവും അറിഞ്ഞിരിക്കുന്ന ആളായിരിക്കണം. എങ്കിലേ ഒരാൾക്ക് ഒരു ഡബിൾ മീനിങ് സാധനം കിട്ടത്തുള്ളൂ. അവർക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലായത്? നമ്മുടെ ലൈവ് കണ്ടിട്ടാണോ? അവർക്ക് ഈ സാധനം കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ രണ്ട് മീനിങ്സും അറിയാവുന്ന ആൾക്കാരായിരിക്കും എൻജോയ് ചെയ്യുന്നത്. ഈ രണ്ട് മീനിങ് അവരെവിടെ നിന്നാണ് പഠിച്ചേ? റിപ്ലൈ മീ ബ്രോ. ലൈക്ക് എന്താ ഇത് ഉണ്ടാക്കിയ ആളുടെ അടുത്ത് എനിക്കൊന്ന് ചോദിക്കാനുള്ളൊരു കാര്യമാണ് ഇത് ഉണ്ടാക്കിയത്. ആൻഡ് ഒരു കാര്യം, ഇത് നമ്മൾ ആർപ്പിക്കകത്ത് നമ്മുടെ കൂട്ടത്തിൽ വളരെ വളരെ കംഫർട്ടബിളായിട്ട് കളിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമാണ്. 3 പേരെയാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് നമ്മുടെ എലി, ഒന്ന് ജീന ചേച്ചി, ഒന്ന് അലീന. ആൻഡ് എനിക്ക് ഒരു മിനിറ്റ് ബ്രോ, ഒന്ന് കോള് വിളിക്കാതിരിക്കുമോ പ്ലീസ്? കോൾ എടുക്കുമോ നോക്കാം. എടുക്കുമെങ്കിൽ നമുക്ക് ബാക്കി നോക്കാം. ഒരാളെ വിളിച്ചു തരാനായിരുന്നു. കൺവേർട്ടിങ് സ്റ്റാർട്ട് തുടങ്ങിയില്ല. ഇരിക്കും സൈഡിലോട്ട്. ജെറിൻ ജോസ് ബ്രോ എവിടെ ഇപ്പോൾ തുടങ്ങും. ഇപ്പോൾ എടുക്കുന്നില്ല. നോക്കാം, തിരിച്ച് വിളിക്കാൻ നോക്കാം. കൺവേർട്ടിങ് തുടങ്ങാൻ പോണതേ ഉള്ളൂ. നമ്മുടെ കൂട്ടത്തിൽ വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന ഒരു സ്ട്രീം അല്ലെങ്കിൽ നമ്മളോട് RP ചെയ്യുന്ന കുട്ടിയുടെ അടുത്ത് ഡബിൾ മീനിങ് സ്റ്റാൻഡേർഡിൽ ടി വിയുടെ RP ഡബിൾ മീനിങ് അല്ലെന്ന് നിങ്ങളുടെ അടുത്ത് ആരാ പറഞ്ഞേ? ഓ അതെ. ഹലോ കിരൺ ബ്രോ. ഹലോ കിരൺ ചേട്ടാ, ഞാൻ ഈഗിളാ, കേൾക്കാവോ? ഞാൻ ലൈവാണേ, സ്പീക്കറിലാണേ കോള്. ഞാനിപ്പോ എലിയുടെ കൂടെ RP ചെയ്യാൻ തുടങ്ങിയിട്ട് കുറെ നാളായില്ലേ കിരൺ ചേട്ടാ? ആൻഡ് ഫ്രം ദ ബിഗിനിങ് ഓഫ് ദ ഡേ തന്നെ ഞാൻ RP ചെയ്യണ സമയത്ത് ഞാൻ കിരൺ ചേട്ടൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടില്ലേ, ലൈക്ക് ഇത് അന്നേരം എനിക്ക് അറിയത്തില്ലായിരുന്നു ചേട്ടൻ കാരണം ഈ ഒരു ഇതിനകത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്, ഇത് ആ സെൻസിൽ എടുക്കത്തുള്ളെന്ന്.
അപ്പോൾ ഇന്ന് വരെ എന്തെങ്കിലും ഒരു മോശപ്പെട്ട രീതിയിൽ ഞാൻ എന്താ എലിയുടെ അടുത്ത് ബിഹേവ് ചെയ്തതായിട്ട് കിരൺ ചേട്ടന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഔട്ട്സൈഡ് ദ ആർ പി അങ്ങനെ അവളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടോ? അല്ലെ ആർ പിയിൽ സംസാരിച്ച് എന്തെങ്കിലും ചേട്ടന് ഹേർട്ടായിട്ടുണ്ടോ? ഇല്ലില്ല, ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ. അത് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. എന്താ ഇപ്പൊ ഇങ്ങനെ? അല്ല, ഞാൻ ചോദിച്ചതാ. അല്ല, ഇവിടെ കുറെ പേർക്ക് ഭയങ്കര പ്രശ്നം കേട്ടാ. നമ്മൾ എലിയെടുത്തിട്ട് ഒരു ഡബിൾ മീനിങ് പറയുന്നതിനൊക്കെ ഭയങ്കര പ്രശ്നം. അതെ, അപ്പൊ ഞാൻ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് കിരൺ ചേട്ടാ. ഇല്ലില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ പിള്ളേർ ചുമ്മാ ഓരോന്ന് ഉണ്ടാക്കി ഇടുന്നില്ല. അതിന് നമുക്ക് നമ്മള് മെച്ചേർഡ് ആയിട്ടുള്ള ആൾക്കാർ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ എന്തുവാ? അത്രേ ഉള്ളൂ. ശരി ചേട്ടാ, അപ്പൊ ഞാൻ വിളിക്കാം. ഓക്കെ. കെട്ടിയോനാണ് നീ ഇപ്പൊ ഈ ഉണ്ടാക്കി വിട്ട വീഡിയോ ഒക്കെ അല്ലേ? ഇതിനകത്ത് ഇവിടെ ഇരിക്കുന്ന ഈ കൊച്ചിന്റെ കെട്ടിയോനാ. ഞങ്ങളിവിടെ ആർ പി കളിക്കണ കൊച്ചിന്റെ കെട്ടിയോനാ. പുള്ളിക്കില്ലാത്ത കേടാണോ നിനക്കൊക്കെ? അവൻ വീഡിയോ ഉണ്ടാക്കിയിട്ട് ഇത് ഒരു അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം ഇല്ലാത്തതിന് മറ്റേ സ്കൂളിൽ പഠിക്കണ കൊച്ചു പിള്ളേരെ വിട്ടിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നട്ടലില്ലാത്തവന്മാർ. ഹസ്ബൻഡ് ഇതുപോലെ ഈ ഫ്രെയിമിലുള്ള 3 പെൺപിള്ളേരുടെയും 3 പെൺകുട്ടികളുടെയും ഹസ്ബൻഡിനെ വിളിച്ച് ലൈവിൽ ഇതിടാൻ വേണ്ടി ഞാൻ റെഡിയാ. തന്തയില്ലായ്മയ്ക്കൊക്കെ ഒരു പരിധിയില്ല എൻ്റെ പൊന്നുമക്കളെ. ഞാൻ അതാ പറയണേ, അതിനൊരു പരിധിയില്ലേ. ഹസ്ബൻഡാണ് അവളുടെ സംസാരിച്ച് കിരൺ ചേട്ടൻ. നാണം ഉണ്ടോടാ? അല്ല, ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ. ഈ വീഡിയോ ഈ ഇൻസിഡൻറ്റ് നടന്നത് 1 മാസം മുമ്പാ. 1 മാസം. ഇപ്പം ആരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 18+ മറ്റേ പെമ്പിള്ളേരുടെ അടുത്ത് വർത്തമാനം പറയുന്നു എന്ന് പറഞ്ഞ് ആരെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങനൊരു വീഡിയോ ചെയ്ത് ഇപ്പം പബ്ലിഷ് ചെയ്തത്? ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും. ഇത് ആരെ വെളുപ്പിക്കാനാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തിട്ട് ടി വിയിലെ എല്ലാവരെയും മറ്റേ 18+ RP അല്ലെങ്കിൽ പെമ്പിള്ളേരുടെ അടുത്ത് വർത്തമാനം പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടത് ആരെ വെളുപ്പിക്കാനാണെന്ന് ഇവിടെ ബേസിക് ബുദ്ധി തലയ്ക്കകത്ത് ബ്രെയിനുള്ള എല്ലാവർക്കും മനസ്സിലാവും. ആൻഡ് ഒരുപാട് ചെയ്യരുത്. എല്ലാ കാര്യത്തിലും വലിച്ച് ഡ്രാഗ് ചെയ്യരുത്. എല്ലാ കാര്യത്തിലും വെറുതെ വലിച്ച് ഡ്രാഗ് ചെയ്യരുത്. ഇത് ഒന്നുമില്ലെങ്കിൽ ആർപ്പിക്കകത്താണ് ഞങ്ങൾ സംസാരിക്കണത്. ഇറ്റ്സ് ഒരു ഫിക്ഷണൽ വേൾഡ് ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞ് ആർപ്പിക്കകത്ത് പറഞ്ഞ ഇതാണ്. അല്ലാതെ പബ്ലിക്കായിട്ട് ലൈവ് കാണുന്നതിൻ്റെ അമ്മയും മറ്റേ പെങ്ങളെ ഒന്നും മറ്റേ ഹോട്ടൽ ഏടിയൊന്നും അതൊന്നും വിളിക്കേണ്ട ആവശ്യമൊന്നും എനിക്കിതുവരെ വന്നിട്ടില്ല. ഞാൻ അങ്ങനെ അബ്യൂസ് ചെയ്തില്ല. എൻ്റെ ലൈവ് ഒരാൾ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ ലൈവിൽ ഒരാൾ പറയുകയാണ്, എൻ്റെ അമ്മയുടെ കൂടെ ഇരുന്ന് കാണുവാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് വലിയ, കാരണം ഞാൻ 18+ കണ്ടൻറ്റാണ് സ്ട്രീം ചെയ്യണേ. അതായത് 18+ ഉള്ളൊരു ഗെയിമാണ് സ്ട്രീം ചെയ്യണേ. സോ സ്റ്റിൽ അത് മനസ്സിലാക്കി വെച്ചിട്ട് എൻ്റെ ലൈവ് ഒരു പയ്യൻ്റെ കൂടെ ഇരുന്ന് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്ക് ചിലപ്പോൾ സമയത്ത് ഞാൻ ഇത്രേ പറയത്തുള്ളൂ. അതെനിക്കൊരു വലിയ ഇതായിട്ടാണ്. കാരണം എന്താ പറയുക, അവൻ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് മനസ്സിലാക്കി ആ അമ്മ അവൻ്റെ കൂടെ ഇരുന്ന് കാണുന്നുണ്ടല്ലോ. ആൻഡ് എനിക്ക് അവരോട് റെസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ. അല്ലാതെ അവരെ കയറി ഹോട്ടൽ ഐ ഡിന്നും അത് വിളിക്കേണ്ടതും ഇത് വിളിക്കേണ്ടതല്ല. നിനക്ക് അങ്ങ് അത്രയ്ക്ക് വലിയ വിഷമമുണ്ട്. അത് ഇൻസൈഡ് ആർപ്പിക്കകത്ത് ചെയ്ത കാര്യങ്ങൾ വെളിയിലോട്ട് വലിച്ചു വെച്ച് ഡ്രാഗ് ചെയ്ത് ഒരുമാതിരി മറ്റേ വെളുപ്പിക്കാനും പുണ്യാളനാവാനും നോക്കണ്ട. എനിക്ക് ആരെയും താങ്ങി കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഗൈസ്, ഈ ചെയ്യണത് വെറും പോക്കൃത്തരോ. ഇതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ഇത് ചെയ്യണത് ഭയങ്കര പോക്കൃത്തരമാണ്. ഇത് ചെയ്യാൻ പാടില്ല. ആരെങ്കിലും ആർമി എന്നെ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് പറയാതിരിക്കാനുള്ള കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. തന്തയിലായ്മ കാണിച്ചിട്ടുള്ള തന്തയിലായ്മ തന്നെയാണ്. അത് പറയാതിരിക്കാൻ ഒരു മടിയില്ല. അത് ന്യായീകരിക്കാൻ ഞാൻ നോക്കത്തില്ല ഒരിക്കലും. എൻ്റെ മനസ്സാക്ഷിക്ക് തെറ്റെന്ന് തോന്നുന്ന സാധനം എവിടെയാണെങ്കിലും ഞാൻ പറയും. വെറും എന്നിട്ട് അതിനെ സർക്കാസമായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരുപാട് ഇത് ചെയ്യുന്നുണ്ട്. വെറും തന്തയില്ലായ്മ. പറയാൻ ഒരു പേടിയില്ല. നാളെ സ്കൂൾ ഇതാക്കിയോ ഏത് പിള്ളേർ വേണമെങ്കിലും വന്ന് എൻ്റെ അടുത്ത് പറയാം. പിന്നെ ഞാനല്ലാതെ മറ്റേ എനിക്കിതൊന്നും പറയാതിരിക്കാനുള്ള കാര്യമൊന്നും പറ്റത്തില്ല. എനിക്ക് തെറ്റെന്ന് തോന്നിയ കാര്യം ഞാൻ പറയണം. എന്നിട്ട് അതിലേക്ക് മറ്റേ പെമ്പിള്ളാരെ മറ്റേ അതാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് RPയിൽ മറ്റേ കണ്ടന്റ് എടുത്ത് വെച്ച് മറ്റേ ഉണ്ടാക്കുന്ന അണ്ണന്മാർക്കൊക്കെ എനിക്കിതേ പറയാനുള്ളൂ. ആദ്യം പോയി ഈ പറയണ പയ്യന്മാരെയൊക്കെ നന്നാക്ക്. എന്നിട്ട് മതി RPക്കകത്ത് സംസാരിക്കുന്ന കാര്യങ്ങൾ കൺവേർട്ട് ചെയ്ത് ഇതേപോലെ ആക്കുന്നത്. അവരുടെ നിന്ന് കെട്ടിയവനും അവരുടെ ഫാമിലിക്കും കുഴപ്പമില്ല. അവനൊക്കെ എടുത്തുകൊണ്ട് വന്നേക്കാണ് RPയിൽ ഞങ്ങൾ മറ്റേ ഡബിൾ മീനിങ് പറഞ്ഞു എന്ന്. എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ് ഗൈസ്.
ആൻഡ് എൻ്റെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിലും എല്ലാം ഉണ്ടായിരിക്കും. ഇതൊരു 18+ സ്ട്രീം തന്നെയായിരിക്കും. ഒരു 18+ ഗെയിമാണ് നമ്മൾ കളിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അത് തന്നെ പറയാൻ പറ്റത്തില്ല. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഇനി ആരൊക്കെ ലോകത്ത് കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റി എന്നെ ഒറ്റപ്പെടുത്തിയാലും കുത്തി ഇതാക്കിയാലും എനിക്കൊന്നും പറയില്ല. പറഞ്ഞ കാര്യത്തിൽ നിന്ന് എൻ്റെ സ്റ്റാൻഡിൽ നിന്ന് ഞാൻ മാറത്തില്ല. കട്ട് ചെയ്തോ എവിടെ വേണേലും കൊണ്ടിടാം. ഓക്കെ, ഇതുമാതിരി തീട്ട കേസിലേക്കൊന്നും ഡ്രാഗ് ചെയ്യരുത് ദയവ് ചെയ്ത്. ഞാൻ RP ചെയ്യുന്ന അവരുടെ അടുത്തൊക്കെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഓക്കെ ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ അണ്ണ. ഞാനിപ്പോൾ ചെയ്യുന്ന ഗെയിമിൽ എനിക്കൊരു കോമ്പറ്റീറ്ററിന് ഇതുവരെ തോന്നിയിട്ടില്ല. അതെൻ്റെ കോൺഫിഡൻസ് ആണ്. ഞാനിപ്പോൾ ചെയ്യുന്ന ഗെയിമിൽ എനിക്കൊരു കോമ്പറ്റീറ്ററിന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. എടാ എൻ്റെ എല്ലാ ഫോട്ടോ ഉണ്ട് കേട്ടോ. പെയ്ഡായിട്ട് സാധനങ്ങൾ ഇറങ്ങി തുടങ്ങി കേട്ടോ. വടവട സാധനങ്ങൾ ഇറങ്ങി തുടങ്ങി. ഹാപ്പി ബർത്ത്ഡേ വാസുണ്ണ, ലവ് യു. ഈഗിൾ ഗ്രൂപ്പ് 3 KRLMP4 താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു സോ മച്ച്. അമൽ ആനന്ദ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ മെമ്പർഷിപ്പ്. എബിൻ ഷാജി ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ 44. GPay നമ്പർ തരുമോ ബ്രോ? GPay നമ്പർ ലൈക്ക് ഇല്ല വേണ്ട ബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ 44 മീൻസ് ലോട്ട്. അത് തന്നെ എനിക്ക് വലിയ ഒരു കാര്യമാണ്. താങ്ക് യു. സ്കാവഞ്ചർ താങ്ക് യു സോ മച്ച് ഫോർ 44. ജന്മദിനാശംസകൾ ഈഗിൾ ബ്രോ, താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്. നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വഴിയിലൊരു പട്ടി നമ്മളെ നോക്കി കുറച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നോക്ക് പട്ടി, ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്നെ ഡിസ്റ്റർബ് ആക്കല്ലേ, വഴിയിൽ നിന്ന് മാറുമെന്ന് പറയുമോ? മൈൻഡ് ആക്കാണ്ട് പോവോ? മൈൻഡ് ആക്കാണ്ടല്ലേ പോവുള്ളൂ. അതേപോലെയാണ് നമ്മുടെ ലൈഫിൽ ഒരു പണിയില്ലാത്ത ചില പട്ടികൾ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിലും വലിയൊരു മോട്ടിവേഷൻ ഈ സിറ്റുവേഷനിൽ എനിക്ക് കിട്ടാനില്ല. എൻ്റെ അമ്മ മോളെ ഞാൻ ഒന്നുകൂടെ കേൾക്കട്ടെ. എൻ്റെ അമ്മ നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വഴിയിലൊരു പട്ടി നമ്മളെ നോക്കി കുറച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നോക്ക് പട്ടി, ഞാൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്നെ ഡിസ്റ്റർബ് ആക്കല്ലേ, വഴിയിൽ നിന്ന് മാറുമെന്ന് പറയുമോ? മൈൻഡ് ആക്കാണ്ട് പോവോ? മൈൻഡ് ആക്കാണ്ടല്ലേ പോവുള്ളൂ. അതേപോലെയാണ് നമ്മുടെ ലൈഫിൽ ഒരു പണിയില്ലാത്ത ചില പട്ടികൾ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ് ആവുന്ന പോലെ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏതോ റോട്ടിൽ കൂടെ പോണ പട്ടി കുറച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് മൈൻഡ് ആക്കാണ്ട് വിടണം. കാര്യം എളുപ്പമാണ്, പക്ഷെ ഇത് ഫോളോ ചെയ്തു വെച്ചാൽ ലൈഫ് സെറ്റ് ആയിരിക്കും. എനിക്ക് ബർത്ത്ഡേക്ക് ഇതിലും വലിയ മോട്ടിവേഷൻ കിട്ടാനില്ല. ഈ കുട്ടിയുടെ ഇൻസ്റ്റഗ്രാം ഏതാണ്? എനിക്കൊരു താങ്ക് യു പറയണം. അയ്യോ പൊളി ഹിജാതി മോളെ. എനിക്ക് ഇതിലും നല്ലൊരു മോട്ടിവേഷൻ ഈ ഒരു സമയത്ത് കിട്ടാനുണ്ടോ? പക്ഷെ എൻ്റെ അമ്മോ പൊളി, ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്. അത് പറഞ്ഞപ്പോഴാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് 1000 ഫോളോവേഴ്സും കൂടെ എന്തോ മതി ഇൻസ്റ്റഗ്രാമിൽ 300K ആവാൻ. 300K ആവാൻ 1000 എന്തോ മതി. ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം കേട്ടോ. 200 ഡേ ഈഗിൾ ഗെയിമിംഗ് OP, ഇറ്റ്സ് യുവർ ടേൺ ടു ഫോർ മെറ്റാ വെരിഫിക്കേഷൻ. കിട്ടി 650 രൂപയ്ക്ക് ടിക്ക് മേടിക്കാൻ പോണ്. ഇപ്പോൾ മറ്റേ വഴിയെ പോകണം എല്ലാ മാർക്കും ടിക്കാണ്. എന്നാലും ഇരിക്കട്ടെ, എനിക്ക് ഒരെണ്ണം 650 രൂപയ്ക്കെങ്കിൽ 650 രൂപയ്ക്ക്. എനിക്കിതുവരെ കിട്ടിയിട്ടില്ല ആ സാമാനം. എനിക്ക് ആ സാമാനം ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിക്കാ വെരിഫിക്കേഷൻ കിട്ടി. സാധനം എടുക്കാൻ പോകട്ടെ. ഞാൻ സാധനം എടുക്കട്ടെ. സൈനപ്പ് നൗ. 650 രൂപ. ഇത് സൈനപ്പ്. ഇത് മറ്റേ എന്താണ്ടൊക്കെ കൊടുക്കണമല്ലേ? പാസ്പോർട്ടും അതൊക്കെ കൊടുക്കില്ലേ? എന്തോ വെരിഫിക്കേഷൻ ഇതൊക്കെ കൊടുക്കണം. പെയ്ഡ് സാധനം. എടാ അത് പോയടാ. അയ്യോ എടാ അത് പോയി ഏട്ടാ. ഞാൻ ഒരു വട്ടം ഞെക്കിയിട്ട് പോയി. അതിനി വരത്തില്ലേ? പോയി. അയ്യോ ഞാൻ ബാക്ക് അടിച്ചപ്പോൾ പോയി. ഓട്ടമില്ല വേണ്ട. ഡോക്ടർ പവിനേഷൻ ബ്രോ ഹാപ്പി ബർത്ത്ഡേ വാസണ്ണ. വിഷിംഗ് ആൻ അമേസിംഗ് ഇയർ വിത്ത് ഓൾ യുവർ ഡ്രീം സർപ്രൈസസ്. താങ്ക് യു സോ മച്ച് ബ്രോ. സുധീഷസ് ബ്രോ 6 pack ഒന്നും വേണ്ട അണ്ണ, കുടോയർ തന്നെ മതി അണ്ണ. ഇത് എൻ്റെ അക്കൗണ്ടല്ല. സുധീഷസ് ബ്രോ ഈസ് ഇറ്റ് 45. ഹാപ്പി ബർത്ത്ഡേ അണ്ണ, ലവ് യു ഉമ്മ. താങ്ക് യു സോ മച്ച് ബ്രോ ഫോർ 44. സോളോ താനോസ് താങ്ക് യു സോ മച്ച് ഫോർ 44. ഹാപ്പി ബർത്ത്ഡേ വാസണ്ണ, ലവ് യു. താങ്ക് യു സോ മച്ച്. TS ലൂസിഫർ ബ്രോ 810. കൺഗ്രാറ്റ്സ് ചെയ്കളെ. താങ്ക് യു. ഗൈസ് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഗൈസ് നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് ഫോളോ ചെയ്യണം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയാമേ. നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താൽ എന്താ ഗുണം എന്നറിയാവോ? എന്താ ഗുണം എന്നറിയാവോ? നിങ്ങൾക്ക് ഒരു ഗുണവുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗുണവുമില്ല. പക്ഷേ ഞാനിവിടെ ഇത്രയും വാവിട്ട് കിടന്ന് ഇറക്കുമ്പോൾ നിങ്ങളത് ഫോളോ ചെയ്തിരിക്കണത് ശരിയാണോ? നിങ്ങൾക്കൊരു ഗുണവുമില്ല അതിൽ എന്നെ ഫോളോ ചെയ്ത് വെച്ചിട്ട്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കുറേ പാട്ടൊക്കെ ഇടും, മറ്റേ ഗെയിം പ്ലേ ഒക്കെ ഇടും. അതൊക്കെ കാണാം. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് ഉപകാരമൊന്നുമില്ല. പക്ഷേ ഇത്രയും ഒരാൾ ഇരുന്ന് ഇങ്ങനെ ഇറക്കുമ്പോൾ നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണത് ശരിയാണോ? വേഗം ഫോളോ ചെയ്യണം. മെറ്റ വേണ്ടണ്ണ നമുക്കൊന്ന്.
ഇതാ പറ്റല്ലടാ, ഇതാ പറ്റല്ല, ആ പറ്റ നമുക്ക് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. നിക്കോളസ് ബ്രോ താങ്ക് യു, ഹാപ്പി ബർത്ത്ഡേ വാസോണ, ലവ് യു ലോട്ട്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച് ബ്രോ. ഇത് ഈഗിളിനോട് കോംബോ ചെയ്യാൻ തിരിച്ചു വരും. ബിഹൈൻഡ് വുഡ്സ്, മുഖ്യമന്ത്രിയിൽ നിന്ന് അവാർഡ് വാങ്ങിയ ഗെയിമർ. സ്കൈ ഈസ് ലൈവ്. ബ്രൈറ്റ് ഫോക്സും അമ്മുവും ഈഗിളിൻ്റെ ടെമ്പററി കാമുകിമാരല്ലേ? എൻ്റെ പൊന്ന് ബിഹൈൻഡ് ദ വുഡ്സ് ടീമേ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയട്ടെ. ഇമാതിരി തംബ്നെയിലും ടൈറ്റിലും ഇടല്ലേ. എന്നെ കൊണ്ടുപോകും കേട്ടാ എന്നെ. ഷാഡോ ഐറ്റി താങ്ക് യു സോ മച്ച് ഫോർ 45. ഹാപ്പി ബർത്ത്ഡേ ബ്രദർ, യു ആർ എ ഗുഡ് ഇൻസ്പിറേഷൻ. താങ്ക് യു ബ്രോ. പ്രോപ്പർട്ടൻ വീണ്ടും തീ. അയ്യോ ബ്രോ അടുത്ത് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിൻ്റെ റിപ്ലൈ എനിക്ക് കിട്ടിയില്ലായിരുന്നു. അണ്ണാ കൊള്ളാവോ ജസ്റ്റ് ട്രൈ ചെയ്തതാ. കൊള്ളാം ബ്രോ കൊള്ളാം. പക്ഷേ ഇവൻ്റെ മോന്തി ആയതുകൊണ്ടാണ് പ്രശ്നം. കൊള്ളാം കൊള്ളാം കൊള്ളാം. താങ്ക് യു. കൊണ്ടുപോയി കൊള്ളാടെ, എന്നെ കൊണ്ടുപോകും, എന്നെ ഉറപ്പാ. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ അണ്ണാ, താങ്ക്സ് ഫോർ മേക്കിംഗ് മീ ടെൻഷൻ ഫ്രീ ആൻഡ് ടെറിബിൾ ടൈംസ്, ലവ് യു അണ്ണാ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച് ബ്രദർ. ആരോമൽ വി എം ഹാപ്പി ബർത്ത്ഡേ അണ്ണാ, ലവ് യു. താങ്ക് യു സോ മച്ച് സിദ്ധു ബ്രോ, താങ്ക് യു സോ മച്ച് 22 അണ്ണാ. ഫസ്റ്റ് ട്രൈ ആണ്. തല താഴ്ത്തി നടന്നോളണം, ഇപ്പം താഴെ തന്നെയാണ് ഞാൻ നടക്കണേ. ഇല്ലെങ്കിൽ പിന്നെ നിവർന്ന് നിക്കില്ല നീ, ഓർത്തോ. പഴയ കാര്യം പറഞ്ഞാൽ എനിക്ക് മെസ്സ് കാണിക്കണ്ട ബ്രോ. ഇപ്പം എൻ്റെ തല താന്ന് തന്നെ ഇരിക്കുന്നത്. ആൻഡ് എല്ലാ ഗ്യാങ്ങിനും ഒരു അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ഉണ്ടാവും. ആൻഡ് എൻ്റെ ഗ്യാങ്ങിന് ഒരു ഡൗൺ ടൈം ആണെന്ന് ഞാൻ വിശ്വസിച്ചോളാം. ദ ഡസൻ മീൻ അതിൻ്റെ എൻഡ് ആണെന്നല്ല. ഓക്കെ, ആൻഡ് ദേ പ്ലേഡ് വെരി വെൽ. ലാസ്റ്റ് ഓവർ KV കിടലിനായിട്ട് കളിച്ചു. ആൻഡ് ഈ ഒരു സിറ്റുവേഷൻസിലൊന്നും പങ്കെടുക്കാൻ പറ്റാത്തതിലൊരു വിഷമേ ഉള്ളൂ. കറക്റ്റ് ട്രിവാൻഡ്രത്ത് പെട്ടുപോയി 3 ദിവസം ഞാൻ. ആൻഡ് ലൈക്ക് വെൽ പ്ലേഡ് KV. IG മിക്കൽ, ഗ്യാങ് ഇല്ലാത്ത ടൈമിൽ പിസ്റ്റിൽ വേഴ്സസ് AR വരെ കൗണ്ട് ചെയ്തിട്ടുണ്ട്. ഈ 7up എന്ന ടാഗ് കിട്ടാൻ വേണ്ടി ടർഫ് വരെ കൂട്ടിയിട്ടുണ്ട്. ഇത്രയും നാറിയ പരിപാടി കാണിച്ച് ആ 7up ടാഗ് ഉപയോഗിക്കുന്നത് നമ്മൾ അങ്ങോട്ട് സമ്മതിച്ചു കൊടുത്തേക്കാം. എന്തായാലും മാങ്ങയുള്ള മാവിലുള്ള കല്ലെറിയൂ, സ്നേഹം മാത്രം. തോൽവി ഇന്നലെ തോറ്റതിന് ശേഷം പുതിയ ടാഗ് 7up MGRP മുതൽ ഇവിടെ V2 വരെയുള്ള കണക്ക്. ഒന്നും പറയുന്നില്ല. കൊണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടിട്ടുമുണ്ട്. ഒരു പവർഫുൾ ഗ്യാങ് ആകുമ്പോൾ തോക്കും ജയിക്കുകയൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ പറയാനുള്ളത്, ഒരു ഗ്യാങ് അടിച്ചതിൻ്റെ കണക്ക് പറഞ്ഞ് കൊണയടിക്കുന്ന വാണങ്ങളെയാണ് അടി കൊണ്ട് മെഴുകി ലീഡർ വരെ നാട് വിട്ടുപോയി ഒരു വട്ടം പോലും അടിച്ചിടാൻ കഴിയാത്ത കൊണ പറയുന്നതല്ലാതെ കൊമ്പാച്ചൻ ആൻഡ് ഫാമിലിക്ക് എന്തോന്നറിയാം. KV ഗൺ പവർ വിഷയം നല്ല ഇമ്പ്രൂവ്മെൻറ്റ്. തോൽക്കുമെന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുമെന്ന് ആരും കരുതണ്ട. ഇന്നലെ വാറായിട്ട് ഇരിക്കട്ടെ. കണക്ക് വേറെയാണ്. അതിന് ചോദിക്കുക തന്നെ ചെയ്യും. ഐ റിപ്പീറ്റ് ഇറ്റ്സ് TV ബിക്കോസ് ഐ ഡോണ്ട് നോ ഹൂ റോട്ട് ദ കമൻറ്റ് ബട്ട് ഈ സ്പിറ്റിംഗ് ദ ഫാക്ട്സ്. അതല്ലേലും ഒരു സീസണിൽ സംഭവിക്കുന്നതാണ്. നമ്മളെ ഏതെങ്കിലും ആൾക്കാർ അടിച്ചിട്ട് കഴിഞ്ഞാൽ ആ അടിച്ചിട്ട് എൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ഒരു കഴിവില്ലാത്ത കുറച്ച് ആൾക്കാർ വരും. അത് നമ്മൾ സ്ഥിരം കാണണമല്ലേ ഗൈസ്. അതിലെന്താണ് അത്ഭുതം? എന്താണ് അതിലെനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. വിട്ടേരാ ഗൈസ്, വിട്ടേരാ. എന്തിനാണ് നോർമലി 7up പെപ്സി എന്തോ മൗണ്ടൻ ഡ്യൂവോ എന്തോ വേണേൽ പറയട്ടെ. നമുക്ക് പറയാനുള്ളൊരു ടൈം വരുമ്പോൾ പറഞ്ഞാൽ മതി. അന്നേരം പറഞ്ഞാൽ മതി. അന്നേരം നമുക്ക് പറയാം. അല്ലാതെ ഇപ്പം ഇരുന്ന് മറ്റേ കയറി കഴിഞ്ഞാൽ നിന്നെയൊക്കെ അടിച്ചിട്ട് പോകാം എന്നുള്ള ഡയലോഗ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുപോലെ തന്നെ ഒരു വാർ നോക്കുമ്പോൾ നമ്മൾ മറ്റേ കമ്മ്യൂണിക്കേഷൻ RPയുടെ കിങ് ആണെന്ന് പറഞ്ഞിട്ട് മറ്റേ സ്വന്തമായിട്ട് വിട്ടിരുന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. വാറിൽ പവർ കാണിക്കണമെങ്കിൽ വാറിൽ ജയിക്കാൻ തന്നെ വേണം. അത് ജയിക്കുമ്പോൾ നമുക്ക് പറയാം. ജയിക്കാൻ പറയുന്ന ഒരു സമയം വരുമ്പോൾ ജയിക്കുമ്പോൾ പറയാം. അതാണ് നല്ലത്. മുഹമ്മദ് ഷമീജ് ബ്രോ താങ്ക് യു സോ മച്ച് 22. അതേപോലെ ഇത് എന്തൊരു പേരാണ്, അറക്കൽ താങ്ക് യു സോ മച്ച് 110 ബ്രോ. AJ ഗെയിമിംഗ് താങ്ക് യു സോ മച്ച് 40. ഹാപ്പി ബർത്ത്ഡേ അണ്ണ. താങ്ക് യു സോ മച്ച് ബ്രോ. മിസ്റ്റർ അൽ ഷെയ്ഖ് താങ്ക് യു സോ മച്ച് 44. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ അണ്ണ. താങ്ക് യു. അഖിൽ AA താങ്ക് യു സോ മച്ച് 22. CDX Execo താങ്ക് യു സോ മച്ച് 22. താങ്ക് യു സോ മച്ച് ഗൈസ്. എല്ലാവരും അണ്ണ സപ്പോർട്ട് ചെയ്യണം. എടാ മോനെ, എനിക്ക് ഇത്രയും ഇഷ്ടമുള്ളൊരു ഗെയിമിംഗ് ക്യാരക്ടർ ഇല്ലടാ, സീരിയസ് ആയിട്ട്. എൻ്റെ അമ്മോ, എനിക്ക് റെയിനെ കാണുമ്പോൾ എനിക്കങ്ങ് കുളിര് പോരും എനിക്കൊക്കെ. താങ്ക് യു ബ്രദർ, താങ്ക് യു. സ്പിൻസ് ഗെയിമിംഗ് ബിഗ് ഷൗട്ട് ഔട്ട് ബ്രദർ.
എൻ്റെ മോനെ, എനിക്ക് റെയിനെ കാണുമ്പോൾ രോമാഞ്ചം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. താങ്ക് യു ബ്രോ, താങ്ക് യു. മീൻസ് എ ലോട്ട്. അണ്ണാ ഇടയ്ക്ക് തലയിൽ തൊട്ട് നോക്കണം. This is not Photoshop. This is the real life headband of a gamer who wears headsets. Few months ago, I created a video on how scientists predicted that this is how gamers could look like in the next 20 years. But no one expected that this prediction could become a reality so quickly. The researchers found that the effects of gamer lifestyle could cause them to have bloodshot eyes, be obese, have hunched back, and have dented skulls by the overuse of headphones. But when a Twitch streamer shaved his head for charity on a live broadcast, what he saw, he couldn't believe his eyes. There was a visible dent on his head because of wearing headphones. And this even got other gamers to shave their heads to see if this was even real. But they were shocked to see that many of them had the same dent exactly where they put their headsets. My head has a dent! ലൈവ് എൻഡിങ്. കൊണ്ടുപോയി എന്നെ കേട്ടാ. ഞാൻ മൂഡ് പോയി എൻ്റെ. ഇന്നത്തെ ഒരു ദിവസത്തെ മൂഡ് പോയി എൻ്റെ. ഞാൻ ഇത് ബാക്കിലോട്ട് ഇടാൻ പോണ കേട്ടോ. ഇങ്ങനെ ന്യൂ ഫിയർ അൺലോക്ക്ഡ്. സത്യം. Now this is terrifying. Now, although according to one of the studies, this could be the result of headsets pushing the fat and soft tissues, as it takes around 135 kgs of pressure to cause damage to a human skull. No matter what is the cause of it, now many people would be opting out from wearing headphones, or the headband becomes a status symbol that you're an avid gamer. What do you think about all this? Tell me in the comments. ന്യൂ ഫിയർ അൺലോക്ക്ഡ്. സത്യം. ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾക്ക്. അല്ലേ, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണേ. ഞാൻ തമാശ പറയാമല്ലോ, ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. എൻ്റെ ഗസ്റ്ററല്ലേ ഇത് ചേഞ്ച് ആയിട്ടുണ്ട്. ഇങ്ങനെ ഇരുന്നിരുന്നത് സീരിയസ് ആയിട്ട്. എനിക്ക് ചെറിയൊരു ഒരു ബെൻഡ് പോലെ ഉണ്ട് എനിക്ക്. ഇതിൽ ജിമ്മിൽ പോയപ്പോൾ എൻ്റെ ട്രെയിനറും പറഞ്ഞതാണത്. നമുക്കിങ്ങനെ ഇരിക്കുന്ന മാക്സിമം നിങ്ങൾ പറയല്ലോ, മാക്സിമം ഗെയിം കളിക്കുന്ന സമയത്ത് ഗെയിമിംഗ് ചെയർസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. ഞാൻ അത് കഴിഞ്ഞ പിന്നെയാണ് ഈ ഒരു ചെയർ വാങ്ങിച്ചത്. അതായത് നിങ്ങൾ ഈ ചെയറിൻ്റെ ഒരു ഇത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിലിത് ഇങ്ങനെ ഒരു സാധനമുണ്ട്. അതായത് നമ്മുടെ ഇത് ഞാൻ എൻ്റെ ഓൾഡ് ചെയർ മാറ്റിയതിൻ്റെ ഒരു കാരണം കൂടി അത് തന്നെയാണ്. തമാശ പറയാമല്ലോ കേട്ടോ, സീരിയസ്ലി പറയുകയാണേ. എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നതുണ്ട്. അപ്പോൾ അതായത് ഇത് കണ്ടോ, ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇത് മൂവബിളാണ്. അത് നിങ്ങൾക്ക് കാണാൻ ഇത് കണ്ടോ, മൂവബിളാണിത്. അപ്പോൾ ഇത് മാത്രമായിട്ട് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഈ ഒരു നടു പോർഷൻ കുറച്ച് നൂത്ത് വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചെയർ ഞാൻ മേടിച്ചത്. ഇങ്ങനത്തെ സപ്പോർട്ടുള്ള ചെയർസ്, ഗെയിമിംഗ് ചെയർസ് ഉണ്ട്, പക്ഷേ ബിറ്റ് എക്സ്പെൻസീവ്. എന്താ പറയുക, നോർമൽ ചെയറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കാലിബർ R2 പോലത്തെ ചെയറൊക്കെ നമുക്ക് 17,000-18,000 രൂപയ്ക്ക് കിട്ടുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ചെയർ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഏകദേശം ഒരു 30,000 രൂപയാവും. ബട്ട് നമുക്ക് ഹെൽത്ത് കൺസേൺ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലോങ് ടൈം ഗെയിമിങ്ങിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനത്തെ ഒരു ചെയർ വാങ്ങിക്കണം. അതായത് നമ്മുടെ ആ ഒരു ഗസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ ഒരു നടു ഇത് നൂന്ന് ഇരിക്കുക എന്നുള്ളൊരു രീതിയിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു ചെയർ വാങ്ങിക്കണം. എനിക്ക് ഇവിടെ പോയപ്പോൾ, അതായത് ജിമ്മിൽ പോയപ്പോഴാണ് ഇങ്ങനൊരു ഇതുണ്ടെന്ന് എനിക്ക് എൻ്റെ ട്രെയിനർ പറഞ്ഞു തന്നത്. ശരിക്കും പറഞ്ഞ നോക്കി. ബ്ലേഡ് ഹാപ്പി ബർത്ത്ഡേ ആണ്. താങ്ക് യു സോ മച്ച്. തന്നെ അക്ഷയ് ബ്രോ, താങ്ക് യു സോ മച്ച് 44 ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് വഴിയിൽ വെച്ച് കണ്ട് ഫോട്ടോ എടുത്തായിരുന്നു അക്ഷയ്. ഓർമ്മയുണ്ട് ബ്രോ. താങ്ക് യു സോ മച്ച്. ഡെൽറ്റ 110 ഹാപ്പി ബർത്ത്ഡേ അല്ലേ. താങ്ക് യു ഡാ ഡെൽറ്റ. ഉമ്മ ക്യൂട്ടി പൈ 400 റുപ്പീസ് സൂപ്പർ ചാറ്റ്. JT ഐമി ചേട്ടാന്നോ എന്ന് പറഞ്ഞാ അതെന്തിര്? വാട്ട് ദ ഫക്ക് meaning? I love you too. Arjun Raj, thank you so much for the 40 rupees. Happy birthday, Eagle bro. Love you, thank you bro.
വില്ലീസ് ബ്രോ താങ്ക് യു സോ മച്ച്. അത് 87.29. ഷേവ് ചെയ്യും വാസണ്ണ. എടാ തലമുടി ഷേവ് ചെയ്യാനാ? എടാ പോടാ, എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷന് പോകണ്ടാ ഈ അടുത്ത് തന്നെ. ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷന് പോകാനുണ്ട്, അതുകൊണ്ടാണ്. ജന്മദിന ആശംസകൾ ഈകളെ കീപ്പ് എൻ്റർടൈനിങ് എസ്. അർജുനൻ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 44 rupees. മിസ് MRSN സ്പൈ താങ്ക് യു സോ മച്ച് ഫോർ ദ 40. അണ്ണാ ഈ KVA പറയുന്നത് പോലെ 70 ആണോ? എനിക്കറിഞ്ഞൂടാ ബ്രോ, ഞാൻ അങ്ങനെ ഇരുന്ന് എണ്ണി നോക്കിയിട്ടില്ല. നിങ്ങളെല്ലാം എല്ലാവരും എണ്ണി നോക്കിയിട്ട് കറക്റ്റ് RP സിറ്റുവേഷനിൽ എത്ര 70 ആണെന്ന് പറ. 70 ആണെന്ന് പറ. എനിക്കറിഞ്ഞൂടാ, ഞാൻ എണ്ണി നോക്കിയിട്ടൊന്നുമില്ല. 70 KVAക്ക് എത്ര നമ്മൾ ജയിച്ചിട്ടില്ല ഇതുവരെ. വാട്ട് എന്തൊക്കെയാണ് പറയണേ? ഓരോന്നിൽ ഈ കണക്കെടുപ്പ് എല്ലാത്തിലും ഉണ്ടാ? വാർ സിറ്റുവേഷനിൽ മാത്രമേ ഉള്ളൂ കണക്കെടുപ്പ്? എല്ലാ സിറ്റുവേഷനിലും കണക്കെടുപ്പ് ഇട്ടാ? ചിലപ്പോൾ നമുക്ക് സംഖ്യ പറയാൻ പറ്റത്തില്ലേ TV-യുടെ കേസിൽ, അതുകൊണ്ട്. മിസ്റ്റർ ഖുറേഷി താങ്ക് യു സോ മച്ച് ഫോർ ദ 20. താങ്ക് യു സോ മച്ച് ബ്രോ. ജിബിൻ എബ്രാഹിം ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 20 rupees സൂപ്പർ ചാറ്റ്. ഇത് ഞാനായിരുന്നു, ഇത് എനിക്ക് പറയാൻ മടിയൊന്നുമില്ല. ഇത് ഞാനായിരുന്നു, ഇത് ഞാൻ തന്നെയാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഇത് വലിയ നാണക്കേടൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എൻ്റെ പണ്ടത്തെ പോലെ ഇതായിരുന്നു. ഞാൻ പറയാട്ടോ, കളർ അടിക്കണമെന്ന് തോന്നി അന്ന് കളർ അടിച്ച് എല്ലാവരും കുറ്റം പറഞ്ഞു. വാ തുറന്നാൽ ബംഗാളി പുണ്ടേന്ന് മാത്രമേ എന്നെ വിളിക്കുള്ളായിരുന്നു. കളർ പക്ഷേ എടാ, നമ്മൾ ഓരോരുത്തർ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരാഗ്രഹം വരൂലടാ. അതായത് നമുക്ക് ചേരുവോ ചേരത്തില്ലെന്ന് ചെയ്ത് കഴിയുമ്പോഴേ അറിയണേ. പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്ത് ചെയ്യണം. പോയങ്ങ് ചെയ്ത് കഴിഞ്ഞപ്പം അന്ന് മറ്റേ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും മറ്റേ ഒരാൾ മാത്രം പറഞ്ഞ് കിടിലനാണ് അടിപൊളി എന്ന് പറഞ്ഞ് ഇഷ്ടം അത് ചെയ്തു. പിന്നീട് കാലങ്ങൾ കഴിയുമ്പോഴാണ് എടാ സംഗതി സത്യമായിരിക്കും, ബംഗാളി പോലെ ഇരിക്കുകയാണ്. എന്നാലും നമുക്ക് ബാക്കിയുള്ളവരൊക്കെ മറ്റേ ഇങ്ങനെ ഓരോ കളറൊക്കെ ചെയ്തൊക്കെ പോസ്റ്റൊക്കെ ഇടുന്ന സമയത്ത് നമുക്കൊരാഗ്രഹം മനസ്സിൽ വരത്തില്ലേ, നമുക്കൊന്ന് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ഒരെണ്ണം ചെയ്യണം മീൻസ് എന്നുള്ള രീതിയിൽ നമുക്കൊരു ഇത് വരത്തില്ലേ മനസ്സിൽ. അതുകൊണ്ട് അങ്ങനെ ഇത് രീതിയിൽ ചെയ്തതാണ്. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ വെറും മുഞ്ചനായിപ്പോയി. ജോക്കി നൈസ്. ജോക്കിയുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു, ആറ്റിറ്റ്യൂഡ്. ജിബിൻ ജയകുമാർ ഹാപ്പി ബർത്ത്ഡേ, ലവ് ഫ്രം റിയോ ഫാമിലി. താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ ദ 80. സ്പൈ 00 ഗെയിമിംഗ് താങ്ക് യു സോ മച്ച് ഫോർ ദ $1 ബ്രോ. സ്നേഹം മാത്രമാണ്. ലൈവ് ഓൺ വൈറ്റ് 9:45 PM റീചാർജ് ടുഡേ 7:43. കാക്കയുടെ തലയിൽ തിരിച്ചു കാക്കയുടെ തലയിൽ തിരിച്ച് നീയൊക്കെ ആരാ? 20 രൂപയും കൂടെ ഓവം പറഞ്ഞേട്ടാ. കാക്കയുടെ തലയിൽ നീ എങ്ങനെ കാക്കയെ പിടിച്ചിരുത്തി? വാസുണ്ണ റാപ്പ് സോങ് പാടാൻ തുടങ്ങിയാണോ? ഇത് ഞാനൊന്നും അല്ല. എഴുതുന്ന വരികളിൽ നിറകിന് പ്രാസം, മനദിനം എഴുതുന്ന വരികളിൽ പ്രാസം, പറയാനും അറിയാമെന്നുള്ളതിലെ പ്രാസം, വാക്കുകളിലിപ്പോൾ നിറയുന്ന ഹാസ്യം. അധികം സറ്ററിക്കൽ മോഡിൽ പാടാം, എനിക്കത് പറയാം, നിനക്കത് കേൾക്കുമ്പോൾ ചെവിക്കുന്ന പോലെ തോന്നും. നീ എന്റെ ഹേറ്റർ അറിയാം, പക്ഷെ ഞാൻ തുടങ്ങില്ല. ഞാൻ ആരായിരുന്നു? തുടങ്ങി കഴിഞ്ഞാൽ അത് ഒടുക്കമെന്ന് നിനക്ക് പറയാം, ശരി തന്നെ, പക്ഷെ ഞാൻ തോൽക്കില്ല, അത് എനിക്കറിയാം. കാരണം അതെന്റെ വിശ്വാസം. ഞാനിരുന്ന വരികളിൽ നിറയുണ്ട് വിശ്വാസം. ഇടി തുടങ്ങാം, കളി തുടങ്ങാം, ഗതികിനെ നീ ഇപ്പം മാറ്റി പിടിക്കട്ടെ. തോൽക്കാൻ ഞാൻ റെഡിയല്ല, അത് പറയാം. ഇനി ഞാൻ ഗതി മാറ്റാം, കളം മാറ്റി കതി മാറ്റി ഗതി മാറ്റി എടുത്ത് ഞാൻ പുതിയൊരു ചരിത്രം രചിക്കാൻ. ചരിത്രം മുടങ്ങുന്ന ഒരു മണ്ണിൽ കേരളമാണ് എന്റെ റാപ്പിന്റെ ഭാവി. ഞാൻ എഴുതാം ഭാവി. കണ്ടിങ്ങനെ നിന്റെ കണ്ണ് തള്ളി, അത് കണ്ടി എനിക്ക് ചിരി 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 ആ ചിരി നിറയുന്നു ഇവിടെ ശക്തി. നീ ഗതി ഗതി കേട്ട് എനിക്കറിയാം, പക്ഷെ നീ പേടിക്കണ്ട മോനെ. എടാ ഇത് ഞാനൊന്നുമല്ല ആരെങ്കിലും കിട്ടായിട്ട് ഇത് എനിക്കിങ്ങനെ റാപ്പ് പാടാന്ന് പറഞ്ഞില്ല. റക്സ താങ്ക് യു സോ മച്ച് 179. ഹാപ്പി ബർത്ത്ഡേ ബ്രോ, കീപ് ഗോയിങ്. താങ്ക് യു സോ മച്ച് ബ്രോ. യൂട്യൂബ് കില്ലർ ബ്രോ താങ്ക് യു സോ മച്ച് 44. ഹാപ്പി ബർത്ത്ഡേ ബ്രദർ. താങ്ക് യു ബ്രദർ. ജിബിൻ എബ്രാഹിം താങ്ക് യു സോ മച്ച് 40. ഹാപ്പി ബർത്ത്ഡേ അണ്ണ. താങ്ക് യു ജിബിൻ ബ്രോ. ടൈക്കോഡൽ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 1000 rupees. ഹാപ്പി ബർത്ത്ഡേ ഈഗിൾ ഗെയിമിംഗ്. പറഞ്ഞ പോലെ RTR ടൈക്കോയിൽ കയറിയല്ലേ, ഇനി തൊട്ട് RTRൽ ഞാനും കളിക്കുന്നുണ്ട്. ഞാൻ ഗ്രൈൻഡൊക്കെ ചെയ്ത് സെറ്റായിട്ട് ഞാൻ വരുന്നുണ്ട് കോമ്പറ്റീറ്റീവ് കളിക്കാൻ. Bro, thank you so much for the 1000 rupees super chat. Happy birthday, brother. We met once in Palm Tree, Vazhakala with the family. Spider, keep rocking. Donny bro, thank you so much for the super chat. Anupama Krishnan, thank you so much for the happy birthday, bro. Anupama, thank you so much. Means a lot. Reset the limits. All new Wrangler. Jeep. അതെന്താ തെറിച്ചു പോയത്? ഏത് വണ്ടിയാണ് തെറിച്ചു പോയത്? Reset the limits. All new Wrangler. Jeep. കിടിലം. ഇവിടെ എന്നെ അറിയാവുന്ന ആരേലും ഉണ്ടോ? പ്രോപ്പട്ടൻ
ഈ പ്രോപ്പട്ടൻ ബ്രോയെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഈ പ്രോപ്പട്ടൻ ബ്രോയെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. അല്ല അയ്യോ അല്ല ബ്രോ, എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടാ. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ബ്രോ. അടുത്ത വീഡിയോ അവർക്ക് റൂട്ടീനായി, അതൊരു റൂട്ടീനായി മാറിക്കഴിഞ്ഞു. എന്തൊരു അടിയാണാ. ഓ അടി ഓ മേടിക്കും എന്താ മേടിച്ചിട്ടാ ഞാൻ ഇവിടെ എടാ മയിരേ, എടാ കണ്ണാപ്പി, ഒരു മര്യാദ വേണ്ടടാ. എടാ അവൻ അവിടെ ചെന്നിട്ട് ചോദിക്കും വാറായോ? വാറായി. എന്നാ ചെന്ന് മേടിച്ചിട്ട് വാ, ഞാനിവിടെ കണ്ടോണ്ടിരിക്കാന്ന്. അതങ്ങനെ ഒരുത്തൻ പ്രോക്കള്ളൻ ഡാഡാണോ? എന്തിനാ പോടാ, അതല്ല അവരുടെ കൂട്ടത്തിലുള്ളതല്ല. ഭരത് കൃഷ്ണൻ 110 ഹാപ്പി ബർത്ത്ഡേ ബ്രോ. കാസ്ട്രോ പ്രോബ്ലം ഇൻ പേഴ്സണൽ ബിക്കോസ് യു ലവ് ദ ഗെയിം. ഭരത് കൃഷ്ണൻ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ 110. വൈറ്റ് ടോം എഫ് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ 22. സ്നേഹ ശരൺ, താങ്ക് യു സോ മച്ച് ഫോർ 22. നിസാം എൽ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ 22. മൊബൈൽ എഡിറ്റാണ് ബ്രോ, കൊള്ളാവോ? ഗൈസ്, ഇന്ന് RP-യിൽ ഒരു സെലിബ്രേഷനും ഇല്ല. ഇന്ന് RP-യിൽ ഒരു സെലിബ്രേഷൻ ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ നാളത്തെ സ്ട്രീമിലായിരിക്കും സെലിബ്രേഷൻസ് ഒക്കെ. RP സെലിബ്രേഷൻസ് എല്ലാം അതിനകത്തായിരിക്കും. നമുക്ക് കുറേ പെൻഡിങ് ഉള്ളത് എല്ലാവരുടെ തൊട്ട് സംസാരിക്കാനും ഇതാക്കാനും ഉള്ളതാണ്. നാളെ തൊട്ട് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് RP കയറാം. എല്ലാവരും വരുന്നു നോക്കട്ടെ. വിനയ് പി ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ 400 റുപ്പീസ് സൂപ്പർ ചാറ്റ്. ഞാൻ ഡിസ്കോഡിൽ പോട്ടെ, അതാകുമ്പോൾ അവന്മാർ വന്നാൽ അറിയാമല്ലോ. ചെഞ്ചേരി ചന്ദ്ര നീ ഉറങ്ങടാ, ചന്ദ്ര നീ ഉറങ്ങടാ, ചന്ദ്ര ചന്ദ്ര ഹാപ്പി ബർത്ത്ഡേ. എന്റെ അളിയൻ 27 വയസ്സായി. 27 വയസ്സ് എൻ്റെ അച്ഛന്. എനിക്ക് 26 വയസ്സായതേ ഉള്ളൂ. ഇപ്പൊ ഒളിച്ചു പറഞ്ഞതിനാ. സത്യം പറ, പോട്ടെ. 1997 ഞാൻ ജനിച്ചത്. ഇപ്പൊ 26 വയസ്സ്. വിട്ടോട് 27 പോട്ടെ. 26 പണ്ടൊക്കെ വയസ്സ് കൂട്ടി പറയുന്നത് എല്ലാവർക്കും ആഗ്രഹം. ഓ പണ്ട് 27 ഒരു കുപ്പി യൂട്യൂബ് ലൈവ് വന്നോ? ഞാൻ അറിഞ്ഞില്ല. അളിയാ സൂപ്പർ ചാറ്റ്. ഈ ലൈവ് വന്നായിരുന്നു യൂട്യൂബില്? ഓ ഞാൻ വന്നു ചുമന്ന ആളല്ല സൂപ്പർ ചാറ്റ്. ചുമന്ന ആളല്ലേ? പിന്നെ ചുമപ്പ് നീകനും ചന്ദ്രനെ കൊണ്ടുവാ. ഞാൻ കണ്ടില്ല. അടുത്ത ചോപ്പ് പിള്ളേര് വന്നോ എന്റെ. നമുക്ക് ആരാണ് ഏറ്റവും ഞാൻ ചുവന്ന ചാറ്റ് ചുവന്ന ചന്തിയും ചോക്കും വേണമെങ്കിൽ അങ്ങനെ നോക്കി വേണം പൈസ വാങ്ങാം. ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. കൂടലോട്ട് വരും രാത്രി ഓരോത്തന്മാര്. ഒരു വണ്ടി കൂടുതലോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ഡ്രീമർ ഗെയിമിംഗ് യൂണിറ്റ്. ഡ്രീമർ ഗെയിമിംഗ് 40 റുപ്പീസ് സൂപ്പർ ചാറ്റ്. ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ടു യു അളിയനെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു അളിയന്റെ കവളാണ്. ഞാൻ ചക്കര മാറട്ടെ. എലിക്കുണ്ടായതാ ഇവൻ. എടാ ഗൈസ്, നമ്മൾ പറയട്ടെ. 40 നമ്മൾ ഒരിക്കലും 40 രൂപ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെ. നമുക്ക് ഒരു മിനിറ്റ് അത് വലിയ 40 രൂപ എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെ. ഒരു മിനിറ്റ്. ഇന്ന് രാവിലെ പോലും 50 രൂപ അങ്ങോട്ട് ചോദിച്ചു മേടിച്ച പട്ടിയാണ്. അതെങ്കിലും തിരിച്ചു തരേണ്ട മാന്യത ഇവനൊക്കെ ഉണ്ടോ? ഇത് മ്യൂട്ട് ചെയ്തേക്കാണ്. ആച്ചി അതല്ലേ ചന്ദ്ര, അതിലൊരു കാര്യമില്ലടാ. എമൗണ്ടിലൊന്നും അല്ലടാ. 40 അതിലൊന്നും അല്ല. നിന്റെ സ്നേഹം അതാണ് എനിക്ക്. ഹരീഷ്ണൻ ബ്രോ, താങ്ക് യു സോ മച്ച് 179. അണ്ണാ സിംഗ് എ സോങ് സെക്ഷൻ നോക്കാം ബ്രോ. ഹരീഷ്ണൻ ബ്രോ, അതിന് വരെ 179 രൂപ. താങ്ക് യു സോ മച്ച് ബ്രോ. ഹരിശങ്കർ ബ്രോ, താങ്ക് യു സോ മച്ച് 22 റുപ്പീസ് സൂപ്പർ ചാറ്റ്. ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല ഒരു പരിചയമില്ലാത്ത മനുഷ്യൻ 50 രൂപ സൂപ്പർ ചാറ്റ്. ഹാപ്പി ബർത്ത്ഡേ ഈഗിൾ ബ്രോ. ലവ് ഫ്രം ഇന്ത്യൻ ആർമി. താങ്ക് യു സോ മച്ച് ബ്രോ. മീൻസ് എ ലോട്ട്.
താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ദ 20. അൻഫൽ ബ്രോ ഹാപ്പി ബർത്ത്ഡേ ദിലിൻ അങ്കിൾ. താങ്ക് യു സോ മച്ച് ഫോർ 40. AK Short Gaming താങ്ക് യു സോ മച്ച് ഫോർ 20 rupees സൂപ്പർ ചാറ്റ് ബ്രോ. 26 ഒരു 40 പേരുണ്ടോ? ബാബു അളിയാ വിഷയം കേട്ടാ. TXA Gaming താങ്ക് യു സോ മച്ച് ഫോർ ദ 19 rupees സൂപ്പർ ചാറ്റ് ബ്രോ. 19 rupees. ഇതൊക്കെ എവിടെ കേട്ടിട്ടില്ലേ പേര്? നമ്മുടെ ബാബു അല്ലേ ഇത്? ഞാൻ നോക്കിയാലേ ഒരു രൂപ കൂടെ കിട്ടുന്ന 20 ഞാൻ അയച്ചു തന്നെ. ഞാൻ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ മറന്നുപോയടാ. ഗൈസ് ഈ ബാക്കിൽ നിങ്ങൾ കാണുന്നതാണ് അവിടെ ആ മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട് PlayStation 5. അതാണ് PlayStation 5. അധികം ഗെയിംസ് സ്ട്രീം ചെയ്തിട്ടൊന്നും ഇല്ലെന്നേ ഉള്ളൂ. പക്ഷെ അതിന് ഏകദേശം ഞാൻ പറയല, നിങ്ങൾക്ക് അത് കളിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 50,000 രൂപ, ഏറ്റവും 50,000 രൂപയാണ് ഇപ്പൊ. 45-50,000 രൂപയാണ് അതിന്റെ വില. കുറെ പേര് PS5ന്റെ റിവ്യൂ പറയാൻ പറഞ്ഞായിരുന്നു എന്റെ അടുത്ത്. PS5 എന്ന് പറഞ്ഞാൽ പറയല 50,000 രൂപയ്ക്ക് ഞാൻ പറയല 50,000 രൂപയ്ക്ക് ഇത് നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുന്നല്ലേ ജീവിതത്തില്. 50,000 രൂപ വെച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാറുന്നല്ലേ ജീവിതത്തില്. ഞാൻ ഒന്നല്ല 2 എണ്ണമാണ് മേടിച്ചത്. 2 എണ്ണം. അപ്പൊ 1,00,000 രൂപ കൂട്ട്. എന്തൊക്കെ ചെയ്യാറുണ്ട് ജീവിതത്തിൽ ആ 50,000 രൂപയ്ക്ക് അല്ലേ? ശരിക്കും പറയാം, നിങ്ങൾ തന്നെ പറ. ആ ഒരു PS5 പറയാം, ആ 50,000 രൂപയ്ക്ക് എന്തൊക്കെ ചെയ്യണം? ഒന്നും പറയല്ല, എല്ലാം ദൈവത്തിന്റെ കരങ്ങളില്ല ബാക്കിയൊക്കെ. അതെ അതെ എടാ, PS5 നല്ല സാധനം കിടലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പ്രേം കൃഷ്ണ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ 20 rupees സൂപ്പർ ചാറ്റ്. ജർമ്മൻ കണ്ണാപ്പി 29 rupees സൂപ്പർ ചാറ്റ്. വെൽക്കം ടു ദ സ്ട്രീം. വോഡ്കയുടെ വില ഒന്ന് പറയണം പ്ലീസ്. കണ്ണാപ്പി ചെയ്യുമ്പോ എന്തിനാ ഒരു 20 ചെയ്യുമ്പോ എന്തിനു നന്നായിട്ട് ചെയ്യടേ. Keep us entertaining more bro. Thank you so much for the 44 രൂപ വിഷ്ണു ആർ ഗ്രൂപ്പ്. ബ്ലൈൻഡ് ടു ബോർഗ് 40 രൂപ. അത്ര ഉള്ള ഞാൻ എല്ലാ ഡേറ്റുകളും പോലെ 29 രൂപ മുടക്കത്തില്ല. എന്റെ 22 രൂപ ആഴ്ചയില്ല കേട്ടോ. 22 രൂപ തരാവേ. അഭിഷേക് ബ്രോ താങ്ക് യു സോ മച്ച്. റാഷ് PM with 184 AD ഹാപ്പി ബർത്ത്ഡേ ബ്രദർ. താങ്ക് യു സോ മച്ച് റാഷ്. അത് റാഷ് ബ്രോ നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ് അയച്ചത്. റാഷ് ബ്രോ ആണോ നീ ഇപ്പൊ അച്ഛാന്ന് വിളിക്കുന്നേ? അല്ല നമുക്ക് നമ്മളെല്ലാവരുടെയും സ്നേഹം നമ്മുടെ ഒരു ഫാമിലി പോലെ അല്ലേ. അപ്പൊ നമ്മുടെ എല്ലാവരും സ്നേഹം ഒരുമിച്ച് റാഷ് ബ്രോ തന്നെയാണ് നിനക്ക്. റാഷ് ബ്രോ താങ്ക് യു സോ മച്ച്. റാഷ് ബ്രോ ആൽബി ജോസ് ബ്രോ താങ്ക് യു സോ മച്ച്. വയസ്സായി വരുന്നുണ്ട്, ഇതുവരെ താടി വന്നില്ലാന്ന്. ബാക്കി വായില് താടി വന്നില്ലാന്ന്, താടി ഇല്ലാന്ന്. TXA Gaming മുകളിലത്തെ ഹനുമാന്റെ താടി ഉണ്ടാ? EMI ആയി അടയ്ക്കാൻ ബാക്കി 102 രൂപ സൂപ്പർ ചാറ്റ്. 102 രൂപ. ബാബുവിന് വേണ്ടി ഇരിക്കട്ടെ ഈ സൂപ്പർ ചാറ്റ്. AD 25. ചന്ദ്രനെ Domino Gaming thank you so much for the 40 rupees super chat bro. Thank you so much. Maximum bro thank you so much for the 19. ഞാൻ 102 അയച്ചത് എന്ത് AID എന്ന് കാണിക്കാത്തെ? കിരൺ ലാൽ ബ്രോ thank you so much for the 1111.11. നമ്മുടെ എലിയുടെ ഒറിജിനൽ കെട്ടിയവൻ 916 കെട്ടിയവൻ. വെൽക്കം ടു ദ ലൈവ് കിരൺ ബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ ദ 1000 rupees super chat. Welcome to the live. Game of thank you so much for the 40 happy birthday. Looney thank you so much for the CA Canadian dollar 1.49. വിളിച്ചേ ബ്രോ. ഞാൻ പറഞ്ഞാ പോയിട്ടാ. അശ്വനി ബ്രോ ഹാപ്പി ബർത്ത്ഡേ. ലവ് ഫ്രം സൗദി. താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു സോ മച്ച്. ആദിത്യൻ ആർ ബ്രോ താങ്ക് യു സോ മച്ച്. എടാ ഞാൻ ഡിസ്കോഡ് റോൾസ് ബാക്കി നോക്കട്ടെ, നിങ്ങൾക്ക് ലൈവ് ഇട്ട് തരാം. നമുക്ക് ഒരുമിച്ച് കാണാം. കൊണ്ടൊക്കെ അങ്ങനെങ്കിലും ഒരു ഇതെന്ത് വേല. താങ്ക് യു സോ മച്ച് ഫോർ ദ ചന്ദ്രന് വേണ്ടി കനേഡിയൻ ഡോളർ 2.20.
നമ്മുടെ പിള്ളേർ എല്ലായിടത്തും ഉണ്ട്, നിങ്ങളെ മനസ്സിലായില്ലേ? സ്നേഹമാണ്. പാൻ ലെവൽ പുരുഷൻ. ഇത് 2023 തന്നെ ബ്രഹ്മാണ്ട അമിട്ടായ ഞാൻ ഇതിന്റെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് കേട്ടോ. ഞാൻ പറയാം. പകരം 10-150 രൂപ കൊടുത്ത് പടം കണ്ട ഒരു പ്രേക്ഷകന്റെ ഒരു രോദനായിട്ട് കൂട്ടിയാൽ മതി. ആക്ച്വലി ഈ പടത്തിന്റെ സ്റ്റോറി ബോർഡ് എടുത്ത് നോക്കിയാൽ ഇതിന്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ട്. എന്നാൽ അത് എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ചുറ്റി കൊച്ചു ടിവിയിലെ ഒരമ്മ ഇരുന്ന് കാണണം. ഇവര് കണ്ടാലേ നിങ്ങൾക്ക് ഈ പടം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ പടത്തിൽ ഹനുമാനെ കടന്ന് സ്റ്റോർ ചെയ്തത് വേറെ ആരുമല്ല, നമ്മളെ രാവണനാണ്. 3 വർഷം കഴിഞ്ഞ കേട്ടോ ഒരു മിനിറ്റ്. രാവണനെ നിങ്ങൾ വേറെ ലൈവ് ഇട്ടിട്ടുണ്ടറാ, കേറി കാണ്. ഇതിന് തല വെച്ചാൽ തലയിൽ ഇക്വിലിബ്രിയം പോകുന്ന വിചാരിച്ച് പാവൻ രാവണൻ ഒരു തലയുടെ മേലെ കൂടെ വേറൊരു തലയെടുത്ത് വെച്ചേക്കാണ്. പിന്നെ പൊക്കി പറയണമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. കാരണം രാമനായിട്ട് ഈ ലോകത്തിൽ പ്രഭാകരനെ പോലെ മേച്ചങ്ങായിട്ടുള്ള ഒരു മനുഷ്യൻ വേറെ കാണൂല. പിന്നെ ഈ പടത്തിലെ ബഡ്ജറ്റായ 700 കോടിയിൽ 10-200 കോടി. ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്തൊക്കെ പറയട്ടെ ഗൈസ്. ഇതിന് റിവ്യൂ പറയണത് ഒരു നോൺ ഹിന്ദു ആയിട്ടുള്ള ഒരാൾ ഇതിന് റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയും നീ മറ്റേ വർഗീയവാദിയാണ് അതാണെന്ന്. ഞാൻ ഒരു ഹിന്ദു ആണ്. ആൻഡ് രാമായണം കാര്യം ഇതൊക്കെ നമ്മൾ കുറേ നാടകങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലൊക്കെ കുറേ കേട്ടിട്ടുണ്ട്. നമ്മുടെ അച്ഛനമ്മമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മുത്തശ്ശിമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതെല്ലാം കേട്ടിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. ഈ പടം 1 മണിക്കൂർ ഞാൻ തിയേറ്ററിൽ കണ്ടുള്ളൂ. ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. ഒന്നെങ്കിൽ ആ ഒരു ഫിലിമിനകത്ത് എനിക്ക് അതിനകത്ത് വളരെ നെഗറ്റീവായിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, ടെർമിനേറ്ററിൻ്റെ മാസ്ക് ഇട്ടിട്ട് രാമനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഒരുത്തൻ മറ്റേ സ്കള്ള് മാസ്ക് ഒക്കെ ഇട്ട് ഒരു സാധനം വന്ന് പിടിച്ചിട്ട് മറ്റേ എന്തൊക്കെയോ സ്പോൺ ചെയ്ത് വിടണം. അതിനെ മറ്റേ അറ്റാക്ക് ചെയ്യണ രാമനെയാണ് ആദ്യമേ കണ്ടത്. എൻട്രി തന്നെ അതായിരുന്നു. എൻട്രി തന്നെ കണ്ടപ്പോഴേ എനിക്ക് വളരെ സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത്. ഒരു ഹിന്ദു ആയ ഞാൻ തന്നെ പറയുകയാണ്, എനിക്ക് ചിരിയാണ് വന്നത്. ഈ പടത്തിനെ പറ്റി ഞാൻ നെഗറ്റീവ് പറയല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് തിയേറ്ററിൽ നിന്ന് ലീവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഡിസൈഡ് ചെയ്തൊരു പോയിന്റ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഞാൻ പറഞ്ഞു തരട്ടെ നിങ്ങളുടെ അടുത്ത്. രാവണനെ സാധാരണ നമ്മൾ നാടകത്തിലോ അതിലും ഇതിലൊക്കെ കണ്ടിട്ടുള്ളത് 10 തല 2 സൈഡിലോട്ടാണ് തലകൾ ഇങ്ങനെ അസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് 2 സൈഡിലോട്ടാണ്. ആൻഡ് ബിഗിനിങ് ഓഫ് ദ ഫിലിമിൽ ഇവർ തന്നെ കാണിക്കുന്നുണ്ട് 2 സൈഡിലേക്കാണ് രാവണൻ്റെ തല ഇങ്ങനെയാണ് ഇരിക്കണതെന്ന്, 2 സൈഡിലേക്കാണ് ഇരിക്കുന്നതെന്ന് ഇവർ തന്നെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഇതൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് മുമ്പിലോട്ട് പോയപ്പോൾ എന്തോ സംഭവിച്ചെന്നറിയാമോ? കുറച്ചുകൂടെ കഴിഞ്ഞ് മുമ്പിലോട്ട് പോയപ്പോഴത്തേക്കിന് ഒരു ക്ലോസ് ഫ്രെയിം വന്നു കേട്ടാ. അതായത് രാവണന് 10 തലയുണ്ടല്ലോ, ക്ലോസിൽ ഫ്രെയിം അല്ലേ. അപ്പോൾ ഈ 10 തല ഇതിനകത്ത് കൊള്ളിക്കണ്ടേ? ഇവന്മാർ എന്ത് ചെയ്തെന്നറിയാമോ? ഈ നിരത്തി വെച്ചിരുന്ന 5 തല വെട്ടി നുറുക്കി ഒരു ഫ്രെയിമിനകത്ത് കൊള്ളുന്ന രീതിയിൽ ഹെക്സഗൺ ഷേപ്പിൽ അടുക്കി വെച്ചിരിക്കണ്. എന്റെ അങ്ങനെ ഒരു സീനുണ്ട്. ഞാൻ സീരിയസ്ലി പറയാം, ഞാൻ കളിയാക്കൂല, ഞാൻ സീരിയസ്ലി പറയുക. അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കണ്. ആ മൊമെന്റിലാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചൊരു കാര്യം. ശരിക്കും പറയാം, എൻ്റെ അമ്മോ, 100 കോടി വെച്ചിട്ട്, ഞാൻ പറയണത് രാമായണത്തിനെയും അതിനെ പറ്റിയൊന്നുമല്ല, 100 കോടി വെച്ച് പ്രശാന്ത് നീലിനെ പോലൊരു ഫിലിം ഡയറക്ടറിന് അല്ല ഒരു ഫിലിം മേക്കറിന് KGF പോലൊരു ഫിലിം ഷൂട്ട് ചെയ്ത് ഇവിടെ ഇറക്കാമെന്നുണ്ടെങ്കിൽ 600-500 കോടി. ഇതിന് എത്ര കോടി? 500 കോടി 600 കോടിയോ? ഇത് ഇത് എന്തിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? എനിക്ക് അതാ ചോദിക്കാനുള്ളത്. 500 കോടി രൂപ ഈ ഫിലിമിൻ്റെ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? മേ ബി പ്രഭാസിന് ഒരു 250 കോടി കൊടുത്തിട്ടുണ്ടാവും, നായികയായിട്ടുള്ള കൊച്ചിനൊരു 200 കോടി, അങ്ങനെ ആകുമ്പോൾ തന്നെ 450 കോടിയായി. പിന്നുള്ള 50 കോടിക്ക് മറ്റേ ഫിലിമിൽ വർക്ക് ചെയ്ത എല്ലാവർക്കും പൈസയും കൊടുത്ത് ബാക്കി വന്ന ഒരു 2-3 കോടിക്ക് കൊച്ചി TV എഡിറ്റ് ചെയ്യുന്ന VFX ടീമിന് സാധനം ഏൽപ്പിച്ച് റിലീസ് ചെയ്തൊരു പടം. കാര്യം എന്താ അറിയില്ലേ, ഈ സിനിമ അഭിനയിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് 2-3 വർഷത്തേക്ക് അവർ സിനിമ ഒന്നും കിട്ടൂല, മനസ്സിലായ? ഓ അതാണ് അപ്പോഴത്തേക്കും ഡേറ്റ് കുറച്ച് പൈസ കൂട്ടി വെച്ചു, എല്ലാവർക്കും 100 കോടി വെച്ചു. ഇല്ല, ഞാൻ സീരിയസ്ലി പറയാ ഗൈസ്, ഞാൻ വെറുത്തു പോയ ഒരു ഫിലിമിന് തിയേറ്ററിൽ നിന്ന് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇറങ്ങി പോണത് ഇതിനാണ്. സ്പോയിലർ അല്ലായിട്ടൊന്നും അല്ല, ഞാൻ 1 മണിക്കൂറേ പടം കണ്ടുള്ളൂ, പിന്നെ ഞാൻ എങ്ങനെ സ്പോയിലർ പറയാനാണ്? ഭയങ്കര ശോകമായിട്ട് എനിക്ക് ഈ ഫിലിം തോന്നിയത്. എനിക്ക് ഭയങ്കര ശോകമായിട്ട് തോന്നിയത്. വെറുതെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, പിന്നെ മറ്റേ ഇത് പറയാൻ വരുന്നത്, 250 രൂപ സ്വന്തം കാശ് അധ്വാനിച്ചുണ്ടാക്കി. ഞാൻ പറയാം, PVRൽ എനിക്ക് 2 ടിക്കറ്റിന് PVRൽ എനിക്ക് 500 രൂപ അടുപ്പിച്ചെന്തോ ആയി. 500 രൂപ ഞാൻ എൻ്റെ സ്വന്തം കാശ് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് കയറി കണ്ട പടമാണ്. അത് കണ്ടിട്ട് അതിൻ്റെ റിപ്ലൈ അല്ലെ അതിൻ്റെ റിവ്യൂ പറയാനുള്ള റൈറ്റ് എല്ലാ സിറ്റിസൺസിനും ഉണ്ട് ഇവിടെ. അല്ലാതെ ഒരു പടം കണ്ടിട്ട് നല്ലത് മാത്രം പറയണമെന്നൊന്നുമില്ല. എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു ഹിന്ദു ആണ്, അല്ലാതെ മറ്റേ വർഗീയവാദിയൊന്നുമല്ല. മറ്റേ ഇതിന് പറയാനാണ്, ഇത് കണ്ടത് തന്നെ പറയാണ്. എൻ്റെ സ്വന്തം അധ്വാനത്തിൽ ഉണ്ടാക്കിയ പൈസ ചിലവാക്കി കണ്ട ഒരു ഫിലിമിന് റിവ്യൂ എങ്ങനെ പറയണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറഞ്ഞത്. ഇത്ര ബഡ്ജറ്റ് മൂവിയുടെ പറയാലോ എന്തായാലും. അത് ഇത്രയും ബഡ്ജറ്റുള്ളൊരു ഫിലിം ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടോ. ശരിക്കും വിഷമം കൊണ്ടാ. പ്രശാന്ത് നീലിനെയൊക്കെ പോലത്തെ ഡയറക്ടേഴ്സിനെയും ഫിലിം മേക്കേഴ്സിനെയൊക്കെ തൊഴിണടേ.
ദൈവങ്ങൾ. രോഹിത് രാജ് ബ്രോ താങ്ക് യു സോ മച്ച് 50 ഹാപ്പി ബർത്ത്ഡേ ബ്രദർ. സുഹേൽ ബ്രോ താങ്ക് യു സോ മച്ച് 440 ചന്ദ്രന് വേണ്ടി എന്ന് പറഞ്ഞിട്ട് 440 റുപ്പീസ് സൂപ്പർ ചാറ്റ്. LJ ബ്രോ താങ്ക് യു സോ മച്ച് 175 ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇനിയിപ്പോ ഈ ബാബുവിനെ പോലത്തെ ബാബുവിന് മറ്റേ ഈ PS5 ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ഇനി അതേപോലത്തെ ആഗ്രഹങ്ങളൊക്കെ ഇനി സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഒക്കെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കേട്ടോ നമുക്ക്. ഇനി അതാണ് അത് മതി അത് മതി. നീ ഒരു PC പറഞ്ഞില്ലായിരുന്നോ ചന്ദ്ര? ഓ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും മേടിച്ചു തരുമായിരിക്കടാ. എംബാക്കോ ഗെയിമിംഗ് താങ്ക് യു സോ മച്ച് 216 ബ്രോ. സജിത് ബ്രോ താങ്ക് യു സോ മച്ച് 40 ഹാപ്പി ബർത്ത്ഡേ വാസുണ്ണ താങ്ക് യു സോ മച്ച് ബ്രോ. അഭിനവ് ബ്രോ താങ്ക് യു സോ മച്ച് 100 ഹാപ്പി ബർത്ത്ഡേ ഈഗിളെ താങ്ക് യു. ഈഗിൾ ബ്രോ ബർത്ത്ഡേ ഓക്കെ അല്ലേ, എനിക്കൊരു ബഡ്ജറ്റ് PC എനിവേസ് ഹാപ്പി ബർത്ത്ഡേ. 40 രൂപ വന്നിട്ട് അവൻ 4 ലക്ഷം രൂപയുടെ PC ചോദിക്കണടാ എൻ്റെ അടുത്ത്. അരുണസ് നായർ ബ്രോ താങ്ക് യു സോ മച്ച് 29. ജിഷ്ണു ബ്രോ ഹാപ്പി ബർത്ത്ഡേ പരന്ത് വാസുണ്ണ, നേരത്തെ ഗ്രൂപ്പിൽ അയച്ച് പിക്ക് കൊള്ളാമോ? കൊള്ളാം ബ്രോ താങ്ക് യു സോ മച്ച്. അത് ബർത്ത്ഡേ ആയിട്ട് പരിപാടി ഇന്നലെ അല്ലായിരുന്നു നമ്മുടെ പരിപാടിയൊക്കെ. ഞാനും മിന്നി ഇന്നലെ ഒരുമിച്ചാണ് കേസ് കിടന്നുറങ്ങിയത്. ചന്ദ്രന് വീഡിയോ ഉണ്ട് ജീവിതം മുഴുവൻ എന്തൊരു മൈക്ക് എടുത്ത് കളാ ചെവി പോണ്. ബാബു സൈഡ് EMI അടക്കാൻ ബക്കറ്റ് വരും എന്റെ ഒക്കെ 40 രൂപ. അത് ശരി. അരുൺ സൗണ്ട് ആരോമൽ മനു ബ്രോ താങ്ക് യു സോ മച്ച് SGD ഹാപ്പി ബർത്ത്ഡേ അണ്ണ താങ്ക് യു. കോസ്മോ ബ്രോ താങ്ക് യു സോ മച്ച് 200 റുപ്പീസ് സൂപ്പർ ചാറ്റ്. മുഹമ്മദ് നിഹാദ് ബ്രോ താങ്ക് യു സോ മച്ച് 10. ബ്ലാക്ക് സ്റ്റോൺ വൈറ്റി താങ്ക് യു സോ മച്ച് $19.99 ഹാപ്പി ബർത്ത്ഡേ വാസണ്ണ താങ്ക് യു സോ മച്ച് ബ്രോ. അനക താങ്ക് യു സോ മച്ച് 40 അണ്ണ. അവൾ മനിതൻ സോങ് പാടുകയോ എനിക്ക് അറിഞ്ഞൂടാ. ശ്രീഹരി ബ്രോ താങ്ക് യു സോ മച്ച് 20. അപ്പൊ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. സൂപ്പർ ചാറ്റ് തക്കടോ ലോകം. ഓ എല്ലാരും ഉണ്ടോ? എല്ലാരും ഉണ്ട്, അതിനകത്ത് ആരും ഇല്ലാത്ത ആരും ഇല്ല, എല്ലാരും ഉണ്ട്. കിടില സാധനം കേട്ടാ. ഇത് ഞാൻ സേവ് ചെയ്യട്ടെ. യൂസ് ഹെഡ്ഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. അവിടെ എല്ലാവരും വേണ്ട ഹെഡ്ഫോൺ വെക്കട്ടെ. ഹെഡ്ഫോൺ മണി. അട്ടർ കോപ്പിറൈറ്റ് ആണ് കേട്ടോ ഇത്. AR റഹ്മാൻ കോപ്പിറൈറ്റ്. അതും കൂടെ ആയപ്പോ സന്തോഷമായിരിക്കും. ഓ എന്നാ ഒരു പാട്ടിൽ അങ്ങ് തീർക്ക്. അടുത്ത 2 പാട്ട് പോയിട്ട് 2 കൂടെ നീ മേടിച്ചാണ്. കോപ്പറേറ്റ് നോക്കണ്ടേ? ഇന്ന് ഫുൾ കോപ്പറേറ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് അത്. താങ്ക് യു സോ മച്ച് ലുക്കാസ് ബ്രോ. ഇതെന്തിര് ഇവിടെ എന്തൊരു ക്ലെയിം ഇവിടെ ആരും എന്തൊരു ഗിഫ്റ്റ് ചെയ്തോ? ക്ലെയിം ഒക്കെ ചെയ്ത് കിട്ടൂല, വെറുതെ. ബാറ്റിൽ വൈറ്റ് നോക്സ് ബ്രോ താങ്ക് യു സോ മച്ച് 8010 മെനി മാൻ യു ആർ അമേസിംഗ് ഹാപ്പി ബർത്ത്ഡേ ടു. താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു സോ മച്ച്. അജയ് ചന്ദ്രൻ ബ്രോ താങ്ക് യു സോ മച്ച് 2 pound. പ്രജിത് ബ്രോ താങ്ക് യു സോ മച്ച് 40. ദുർമിത് എസ്പിള്ളെ താങ്ക് യു സോ മച്ച് 44. വൈശാഖ് ബ്രോ താങ്ക് യു സോ മച്ച് മെമ്പർഷിപ്പ്. ലെറ്റ്സ് ഗോ ബ്രോ താങ്ക് യു സോ മച്ച് 3.69. താങ്ക് യു സോ മച്ച് മീൻസ് എ ലോട്ട്. നല്ല രസമുണ്ടല്ലേ? എന്തൊരു പ്ലസന്റ് അല്ലേ? 30 MB ഗെയിമിംഗ് റൂമും എന്റെ ബാക്കിൽ കാണുന്നത് 25 ലക്ഷം രൂപയുടെ ഗെയിമിംഗ് റൂം അല്ലേ? ഈ പട്ടിക്കാണ് വില. ഇവനാണ് വില. അവൻ അടിപൊളിയല്ലേ? അക്സെപ്റ്റ് പോവാ. സ്വിച്ച് അറിയില്ല. $30 MB റൂമല്ലേ എടുക്കാൻ പറ്റൂ? തലച്ചോറൊന്നും മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ അവന്റെ. സത്യം. എടാ നിനക്കത് വെറുതെ എടുക്കാനല്ല പറ്റുള്ളൂ. എന്ത് ബുദ്ധി അങ്ങനെ മേടിക്കാൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? പെണ്ണുങ്ങളെ ഇതിന്റെ
ക്രിഞ്ചാണ്. ഗെയിമിലുള്ള ലൈക്ക് അതിന്റെ ഓർഡറിന്റെ ബുദ്ധി വാങ്ങിക്കാൻ പറ്റില്ലെന്ന് ബാബു. പറ്റില്ല. അപ്പിയിലെ കടുക് 20 രൂപ സൂപ്പർ TC Gamer, thank you so much for the ടുബോർഗിന്റെ വക ലവ് യു നീഗ. TC Gamer 1800 രൂപ. നിന്നെ കൊണ്ട് അങ്ങനെ ഒരു നീഗ. ജിതിൻ ജോർജ് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ഹാപ്പി ബർത്ത്ഡേ ഈഗിൾ ബ്രോ, ലവ് ഫ്രം പത്തനംതിട്ട. താങ്ക് യു ബ്രോ. ഇല്ലീഗൽ ഒപ്പി ഗെയിമിംഗ്, താങ്ക് യു സോ മച്ച് 29 rupees സൂപ്പർ ചാറ്റ് ബ്രോ. അർജിത് ബ്രോ, താങ്ക് യു സോ മച്ച് 40 ഹാപ്പി ബർത്ത്ഡേ ഫ്രം കൂടൽ. നമ്മ കൂടലിന്ന്. താങ്ക് യു ബ്രോ, താങ്ക് യു അർജിത് ബ്രോ. 6G ഗെയിമിംഗ്, ഹാപ്പി ബർത്ത്ഡേ ഈഗിൾ ബ്രോ, താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു സോ മച്ച്. അപ്പൊ അടുത്ത വീഡിയോ കുറച്ച് കത്ത് കിട്ടിയെന്ന് വെച്ചിട്ട് ഒരുത്തന്റെ കൂടെ ഇറങ്ങി പുറപ്പെടുക. ലോകത്ത് നടക്കുന്ന കാര്യം ഇത്. ഒരു നല്ല പെണ്ണിനും അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റില്ല. കുറച്ച് കത്ത് കിട്ടിയെന്ന് വെച്ചിട്ട് ഒരുത്തന്റെ കൂടെ ഇറങ്ങി പുറപ്പെടുക. ലോകത്ത് നടക്കുന്ന കാര്യം ഇത്. ഒരു നല്ല പെണ്ണിനും അങ്ങനെ ഇറങ്ങി പോകാൻ പറ്റില്ല. എടോ, അതിനൊക്കെ ശക്തമായിട്ടുള്ള റീസൺ വേണം. റീസൺ ഉണ്ട് സാർ, അതിശക്തമായ അതിബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റീസൺ ഉണ്ട്. എന്ത് റീസൺ? ഈ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു കിടക്കുകയാണ് സാർ. അപ്പോഴാണ് ആ കാമുകന്റെ കത്തുകൾ ഈ വസുമതിയെ തേടി വരുന്നത്. അങ്ങനെ ആ നല്ല പെൺകുട്ടി സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകന്റെ കൂടെ ഇറങ്ങിത്തിരിക്കുകയാണ് സാർ, ഇറങ്ങിത്തിരിക്കുകയാണ്. ഫൈനലി ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് കാമുകന്റെ കൂടെ ഇറങ്ങിത്തിരിക്കുക. അതെ സാർ. അലീന അൽഫോൺസ്, താങ്ക് യു സോ മച്ച് 100 അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ചേട്ടാ. താങ്ക് യു സോ മച്ച്. മനു ഗോപിനാഥ്, ചൊമ്പ് മനു ഗോപിനാഥ് ബ്രോ, താങ്ക് യു സോ മച്ച് 2000 rupees ഹാപ്പി ബർത്ത്ഡേ ആണ്. എന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. കല്യാണം കഴിഞ്ഞല്ലേ? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ബ്രോ, താങ്ക് യു സോ മച്ച് 2000. ജാൻബോയ് ഒപ്പി, താങ്ക് യു സോ മച്ച് 40 ഹാപ്പി ബർത്ത്ഡേ വാസണ. നാളെ എന്റെ ബർത്ത്ഡേ ആണ്. പിന്നല്ല ഹാപ്പി ബർത്ത്ഡേ ജാൻബോയ് ഒപ്പി ബ്രോ. വരാനേ ബൊക്കെ ഇവിടെ ഉണ്ട്, എന്റെ ഉണ്ട്. നീ തന്നെ ബൊക്കെ ഇത് കൂട്ടി. കഥ ഉണ്ടാക്കിയല്ലേ ഞാൻ കൊടുത്ത ബൊക്കെയാണ് വന്നിറങ്ങിയപ്പോ. R4R Eagle Gaming OP, thank you so much for the 20 bro. Rahul Krishna bro, thank you so much for the 40 advance happy birthday bro. Thank you bro. Drupad 3K, thank you so much for the 22. MK, thank you so much for the 44 happy birthday Anna. RP King and RP Legend Babu. Thank you. പൈസ വരട്ടെ, ബാക്കി പൈസ കൂടെ വരട്ടെ. ടുബോർഗിന്റെ ചന്തയിലെ ബ്രെയിൻ 22 രൂപ സൂപ്പർ ചാറ്റ്. താങ്ക് യു സോ മച്ച് ബ്രോ. D company 100 rupees super chat. How is it going? ഞാൻ കാര്യം പറയട്ടെ. നന്നായിട്ട് പോകുന്നു D company, നന്നായിട്ട് പോകുന്നു. നിങ്ങൾ സിറ്റിയിൽ ആക്റ്റീവ് അല്ലേ? ഞാൻ കാര്യം പറയട്ടെ. ടുബോർഗിയുടെ ചന്തിയിലെ ബ്രെയിൻ ഇട്ടിട്ട് ഈഗിളിന്റെ ഡീപ്പ് വെച്ചേക്കണേട്ടാ. അതാണ് ചന്തിക്കാതിരിക്കുന്നത്. എനിക്ക് വയ്യത്. Viram Joseph bro, thank you so much for the 20 rupees super chat bro. ഞാൻ പോവാ. ഗുഡ് നൈറ്റ്. പ്രോപ്പർ ടൈം ഗുഡ് നൈറ്റ് ബ്രോ. ഗുഡ് നൈറ്റ്. ജോക്കർ റിബൽ. കൊള്ളാം പ്രസന്റ് ആണെന്ന് തോന്നുന്നു ഇത്. കൊള്ളാം. വിനീഷ് ബ്രോ, താങ്ക് യു സോ മച്ച് 44. വാസോണൊരു ഹായ് തരാമോ? താങ്ക് യു സോ ഹായ് ബ്രോ. ഹായ് വിജയ് ബ്രോ, താങ്ക് യു സോ മച്ച് 40 ഹാപ്പി ബർത്ത്ഡേ ഈഗിൾ ബ്രോ. താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു സോ മച്ച്. എടാ ഇതുവരെ എന്റെ ബർത്ത്ഡേ ആയില്ലെന്നുള്ളതാണ് സത്യം. ഇത് വിഷയം അല്ലല്ല, ഇത് എങ്ങനെ സംഭവം അറിയോ? എടാ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നാടാ ഇത്. അല്ല, ഡ്രിഫ്റ്റ് ചെയ്തതിന് ശേഷം സാധനം വെക്കും. സത്യം. ഇത് തോന്നുന്നിടത്ത് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് VFX ഇത് ആഡ് ചെയ്ത് വെക്കുക. ആർക്കാ പറ്റാത്ത ഇതൊക്കെ? ചീപ്പ് ഷോ. അല്ലാതെ പിന്നെ ഇവൻ കോണോണാന്ന് വെച്ചിട്ട് കറക്റ്റ് ഓടിക്കും. ലോകത്തുള്ള എല്ലാരും നിന്നെ പോലെ കഴിയില്ലാത്തവരാണെന്ന് വിശ്വസിച്ചിരിക്കരുത് കേട്ടോ. അത്ര കൂട്ടിന് എനിക്ക് നിങ്ങളുണ്ടല്ലോ. ഡോണി DP ബ്രോ, താങ്ക് യു സോ മച്ച് 440 rupees. 440 രൂപ. ഒരു പരിചയമില്ല, എനിക്ക് ആളെ അറിയത്തോലില്ല. 440. എനിക്കറിയാൻ പുള്ളി. ഞാൻ പറഞ്ഞത് ലവ് ഫ്രം ബാബു സേഡ് ഫാൻസ്. നീകം മാത്രമല്ല ബാബുവും പറഞ്ഞു. ഓക്കെ. ഡോൺ തോമസ് ബ്രോ, ലവ് ഫ്രം ജർമ്മനി. 20 ഫാൻ. ഓ എല്ലാം പെയ്ഡ്.
എടാ നിന്റെ ചേട്ടന്റെ മോൻ ആരും അല്ലടാ കുലനത്. എനിക്കറിഞ്ഞൂടാ. ലൈവ് പോലും കാണൂല, ഇവൻ പറഞ്ഞു വെച്ചതാ. സംഭവം TC Gamer again 1800 rupees. Tuborg fans എന്ന് പറഞ്ഞ 1800. ഈശ്വരാ, ഇത് ആരിത്? ഇതൊന്നും ഞാൻ പറഞ്ഞേപ്പിക്കുന്നില്ല സത്യമായിട്ട്. ഒരു 10ന്റെ പൈസ ഇല്ല ഇവരെപ്പല്ലേ. ഇത് നീ പറഞ്ഞു ജയിപ്പിക്കുന്നതാണേലും സന്തോഷമുള്ള നിന്നോട്. അലക്സ് ജോൺസൺ താങ്ക് യു സോ മച്ച് 40 rupees ബ്രോ. കന്നെ ഇത് എക്സാംസ്റ്റർ. അതെന്തിനാണ് സംഭവം? അവന്റെ ബാക്കി സെർച്ച് ചെയ്യണ്ട. ഫോറസ്റ്റ് വിത്ത് എലിഫന്റ് വാൾപേപ്പർ എന്ന്. അതെ, അത് മറ്റേ സിറ്റുവേഷൻ നോക്കാൻ വേണ്ടി അതല്ല ഈകളെ യൂട്യൂബ് ടു MP3. അത് ഞാൻ ചെയ്യാറുണ്ട്. മറ്റേ പാട്ട് മറ്റേ ഇതിനകത്ത് ആഡ് ചെയ്യാൻ വേണ്ടി റേഡിയോയിൽ ഇതിലൊക്കെ ആഡ് ചെയ്തില്ല പാട്ട്. ഇന്ത്യൻ മോഡ്സ് ഇംഗ്ലീഷ് ടു മലയാളം. എടാ ഇത് ഉണ്ണിക്കുട്ടനാണെന്ന് പറയണേ. ഉണ്ണിക്കുട്ടന്റെ തലയിലടിച്ചല്ലേ അത്. സത്യം. നാളെ വേറൊരു പ്രമുഖന്റെ കൂടെ ബർത്ത്ഡേ ആണ്. അഡ്വാൻസ് 100 rupees. എനിക്കറിയാം, നമ്മുടെ അണ്ണന്റെ ബർത്ത്ഡേ, ഇവിടെ വിജയണ്ണന്റെ ബർത്ത്ഡേ. ഈഗിളിന്റെ ഫോൺ നമ്പർ തരുമോ? എന്റെ പഴയ വീഡിയോസ് നോക്കി അതിന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ബ്രോ, എന്റെ വാട്സ്ആപ്പ് നമ്പറൊക്കെ. Believe in Babs, thank you so much for the 2 pounds. Happy birthday Vasanna, thank you bro. Abubakar Altaf, thank you so much for the 87.29. Chandi good to Borg or Ambu. അമ്പത്തൂരിന്റെ ആണ്. അമ്പത്തൂർ രാത്രി എത്തും. അനു ബ്രോ താങ്ക് യു സോ മച്ച് 20. TT ലൂസിഫർ ബ്രോ AD25. കണ്ണമ്മോന്റെ പവർ കാണിച്ചാൽ താങ്ങൂല. എനിവേ ഹാപ്പി ബർത്ത്ഡേ. അല്ല അക്കൗണ്ടിലെ പൈസ തീർന്നല്ലേ ഇന്നത്തെ 5ാമത്തെ സൂപ്പർ ചാറ്റാ. താങ്ക് യു ബ്രോ, താങ്ക് യു. ജയനാഥ് PT ബ്രോ താങ്ക് യു സോ മച്ച് 44. ഹാപ്പി ബർത്ത്ഡേ ആണ്. താങ്ക് യു ബ്രോ. സച്ചിൻ സാബു ബ്രോ താങ്ക് യു സോ മച്ച് 40. ബാബു സൈഡ് ഫാൻ ഫ്രം ഊളംപാറ. ഓക്കെ ജന്മനാട്ടിൽ. വൈപ്പർ ഓഫ് ബ്രോ താങ്ക് യു സോ മച്ച്. ഹാപ്പി ബർത്ത്ഡേ വാസണ്ണ. ആൻഡ് ഖുറേഷി എബ്രഹാം താങ്ക് യു സോ മച്ച് 400 അണ്ണ. ലവ് ഫ്രം മെന്നിയണ്ണൻ ഫാൻസ്. താങ്ക് യു. സാൻ ബ്രാൻ ബ്രോ താങ്ക് യു സോ മച്ച് 40. കുണ്ടി നോക്കിയോന്റെ ബ്രോ ഇവിടെ ബോട്ടില്ല, വായിക്കുന്ന ബോട്ടില്ല, അതുകൊണ്ട് നമ്മൾ തന്നെ ഇത് ഇതാക്കി ഇടത്തേ ഉള്ളൂ. മനസ്സിലായോ? താങ്ക് യു സോ മച്ച് 40. അഖിൽ ജോർജ് ബ്രോ താങ്ക് യു സോ മച്ച് 40. ഹാപ്പി ബർത്ത്ഡേ ഈഗിൾ ബ്രോ. താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു സോ മച്ച്. ഷിബാഹക്കായി. What do you do? What do you do? I'm a professional video game player. I travel across the country and compete playing video games. ഏതല്ലേ അത് പറയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ I travel across the country and compete playing video games. 2015. I told my sons. 2019. Dad, you met the ninja? Dad, do you know who he is? No, I know he played too many damn video games. I know that. See, Dad, he makes a lot of money doing that. Yes. That's അതാണ്. അത് നമുക്ക് ഒരാളെ ഒരിക്കലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഗൈസ്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, അതാ ഇത് ഇത്രയും കോൺഫിഡൻ്റ് ലൈക്ക് അവൻ്റെ കോൺഫിഡൻസ് ഉണ്ട്. ലൈക്ക് അത് ചെയ്താണ്. അല്ലെങ്കിൽ ഒരു വീഡിയോ ഗെയിം കളിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവൻ വാട്ട് യു ഡു ഫോർ ലിവിങ് എന്ന് ചോദിക്കുമ്പോൾ പ്ലേയിങ് വീഡിയോ ഗെയിം എന്ന് പറയാനെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് വന്നു വരുമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് അത് കുറേ പേർക്ക് ഇവിടെ ദഹിക്കത്തില്ല. ഇറ്റ്സ് ജസ്റ്റ് എ വീഡിയോ ഗെയിം ബ്രോ. മുമ്പേ മറ്റേ മച്ചന്മാരിട്ടുണ്ടല്ലായിരുന്നോ? ജസ്റ്റ് എ വീഡിയോ ഗെയിം ബ്രോ, ജസ്റ്റ് എ വീഡിയോ ഗെയിം. എനിക്ക് 2 പറയണമായിരുന്നു. ഇല്ല അത് പറഞ്ഞു നമ്മൾ ഇനി പറഞ്ഞ ശരിയാവില്ല. ആമി ഗെയിമിംഗ് താങ്ക് യു സോ മച്ച് 200. ഹാപ്പി ബർത്ത്ഡേ വാസണ്ണ, താങ്ക് യു സോ മച്ച് 200. മെന്നീസ് ഏഞ്ചൽസ് 400 rupees. വിഷസ് ഫ്രം മെറ്റ ഫാം. മെറ്റ ഫാമിലി വന്നു കേട്ടോ ഇവിടെ. TC ഗെയിമർ 449. ടുബോർഗ് ഒരു ഹായ് തരുമോ? ടുബോർഗ് നിന്റെ ഹായ്ക്ക് 449 ബ്രോ. എന്റെ ഹായ് അല്ല, നമ്പർ അവിടെ 40 ഹായ് എടുക്കുന്നുണ്ട്. ഞാൻ വിളിച്ച വീട്ടിൽ വരാം. എല്ലാരും ഉറങ്ങി കഴിഞ്ഞ് വിളിക്കാം. ഈകളെ വെയിറ്റ് ഈകളെ. TC ഗെയിമർ ഹായ് ബ്രോ. ഓക്കെ. ഫാറ്റ് ബോയ് ഗെയിമിംഗ് താങ്ക് യു സോ മച്ച് 40. ഹാപ്പി ബർത്ത്ഡേ ഫ്രം ഞാൻ സിറ്റി കയറണേ.
നിങ്ങൾ ഈസി ഗെയിം ജോയക്സ് എടാ ഇന്ന് സിറ്റിയിലൊന്നും ഇല്ലല്ലോ. ഇന്ന് സിറ്റിയിൽ എല്ലാം ഉണ്ട്. സീരിയസ് ആയിട്ട് പോടാ. ഇന്ന് 2 വള്ളിയായിരിക്കോ കേറ്. വള്ളിയാ വള്ളിയൊന്നും ഞാൻ ഇല്ല, എനിക്ക് വയ്യ. ചുമ്മാ അതല്ല, വേറെ ചെറിയ ഗിഫ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ഗിഫ്റ്റ് മാത്രം വാങ്ങിച്ചിട്ട് പൊക്കോളൂ. ഓക്കെ ഞാൻ വരാം 2 നോക്കിയിട്ട് വരുന്നു. എന്തോ ജോയക്സ് ആനിവേഴ്സറി ചേട്ടാന്നോ? ഓ അത് ഇതെന്താ പറഞ്ഞ മനസ്സിലായില്ല. അയ്യോ അവൻ എന്താ പറഞ്ഞ മനസ്സിലായില്ല. 2 വർഷമായിട്ട് നിങ്ങൾ ഇതിൽ എന്തെങ്കിലും ആണോ? എന്തൊരു ആനിവേഴ്സറി? 6 ആനിവേഴ്സറി പോടാ അവിടുന്ന്. അനിയനും ചേട്ടനും തമ്മിൽ താങ്ക് യു സോ മച്ച് 40 ബ്രോ. വാസോണ്ണ നമ്മുടെ DQന്റെ കിങ് ഓഫ് വരുന്നുണ്ട്. ഓക്കെ ബാബു ഫാൻ ബോയ്, ബാബു ആൻഡ് വാസു കോംബോ. അഫ്സൽ കബീർ ബ്രോ താങ്ക് യു സോ മച്ച് 90 rupees. താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു സുഹേൽ ബ്രോ താങ്ക് യു സോ മച്ച് 40. അതുപോലെ ഡോക്ടർ പാവിൻ വിഷം ബ്രോ താങ്ക് യു സോ മച്ച് 69 TVA. സക്കീർ ഫേവറേറ്റ് കളർ സിയാനാണെന്ന് അറിഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ അണ്ണാ. താങ്ക് യു മോനെ. താങ്ക് യു സോ മച്ച് 40 rupees സക്കീറുടെ. ഡിയോൺ വർഗീസ് ബ്രോ താങ്ക് യു സോ മച്ച് ടു മൈ സെക്കൻഡ് ഫേവറേറ്റ് സ്ട്രീമർ കീപ് ഗോയിങ് ഹാപ്പി ബർത്ത്ഡേ. ഡിയോൺ ബ്രോ ഫസ്റ്റ് ഫേവറേറ്റ് സ്ട്രീമർ ആരാണ്? അത് ബാബു ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൂപ്പർ ചാറ്റ് ചെയ്തല്ലേ? സത്യം പറ. ഹലോ ചേട്ടാ. ആ പറഞ്ഞോ. കടയാണോ? കടയല്ലേ, നമ്മളെ വീടായത്. അതെ, വീട്ടിലെ കടയല്ലേ? കടയായിട്ടില്ല, നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുക. കൊണ്ടാട്ടിക്ക് പിറന്നാള് ചേട്ടാ, കേക്ക് വേണോ? എന്നത്തേക്കാ? അത് ഇന്നത്തേക്കോ? എവിടുന്ന് വിളിക്കാ? ഞാന് കൊല്ലത്തുനിന്നാ? അതെ, ഞാൻ ഇവിടെ നമ്പർ കിട്ടി, ഞാനത് ഞെക്കി വിളിച്ച്. ഡെറിവളി ഉണ്ടോ? ബർത്ത്ഡേ നാളെയാണ്. നാളത്തേക്കാണ്. അപ്പൊ നാളെ കൊണ്ട് എത്ര മണിക്കാ കട്ടിങ്? നാളെ മോർണിംഗ്. ചെറിയ കേക്ക് മതി. ചെറിയ പറഞ്ഞ 1 കിലോ. 1 കിലോ 3 പേർക്ക് കഴിക്കാൻ പറ്റും. 3 പേർക്ക് കഴിക്കാൻ പറ്റുന്ന 1 കിലോ. എങ്ങനെ? 3 പേരേ ഉള്ളൂ. ഞാന് കൊണ്ടാട്ടിയുടെ പുരുഷൻ. പേര് അതിനകത്ത് എഴുതുമല്ലോ. എല്ലാം എഴുതും. പേര്, വയസ്സ് എല്ലാം എല്ലാം എഴുതി. കൊണ്ടാട്ടിയുടെ പേര് சொல்லலையே. പേര് പറയാ. കൊണ്ടാട്ടി പേര് വന്ന് അന്തപ്പക്കം സരോജ. എന്തൊരു വെട്ട്? ആ വെട്ടല്ലടാ, ഈ വെട്ട്. ഞാനിങ്ങനെ ചീപ്പായിട്ട് ഫ്ലെക്സ് ചെയ്തില്ല കേട്ടോ എന്റെ മസിൽസില്. ഞാൻ തന്നെ ഇപ്പൊ തന്നെ നോക്കുന്നത്, ഞാൻ മൊത്തത്തിൽ കവർ ചെയ്തിട്ടേക്കും. എനിക്ക് കാണിക്കാൻ എക്സ്പോസ് ചെയ്യാൻ താല്പര്യമില്ല. ലൈക്ക് നിങ്ങളുടെ അടുത്ത് ഞാനൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ ഡേറ്റിലായിരിക്കും ഞാൻ എന്റെ ബോഡി എക്സ്പോസ് ചെയ്യുന്നത്. എന്തല്ലേ ഇത്? പോയാ അയ്യോ ഇത് അമലേച്ചല്ലേ? ഏതാ? അല്ല അമല ചേച്ചി നല്ല ലുക്ക് ആയിട്ടുണ്ടല്ലോ. തിരിച്ച് ഫാൻ ബോയ് ആവുന്നോ? ഇല്ല ഇത് 4 ലെവൽ ഓഫ് ഫിൽട്ടർ ആണത്. ഇത് കണ്ടിട്ടില്ലല്ലോ. ഇതാരാ? എല്ലാം ഹിന്ദിക്കാരായിരിക്കും. എല്ലാം ഉണ്ട്. ഒരു വീഡിയോ ഇത്ര സമയം മുടക്കി ചെയ്യുമ്പോ ഈ ഓരോ ട്രാൻസാക്ഷൻ ഐഡിയിലായിട്ട് ഇൻസ്റ്റാഗ്രാം ഐഡിയും കൂടെ മെൻഷൻ ചെയ്യാം. നീയൊക്കെ എവിടുത്തെ എഡിറ്റർ ആണോടാ? അവന്റെ എടുത്തിട്ടുണ്ട്. നിന്റെ അവർക്ക് ക്രെഡിറ്റ് കൊടുക്കണ്ടേ? വീഡിയോ എടുത്തു, നീ കുറച്ച് ക്രെഡിറ്റ് ഒക്കെ കൊടുക്ക ഇതിന്. മെസ്സേജ് കഴിഞ്ഞാൽ ഐഡിയ എല്ലാം കിട്ടും കേട്ടാ. രോഹിത് ജോയ് ബ്രോ താങ്ക് യു സോ മച്ച്. ഹാപ്പി ബർത്ത്ഡേ വാസവണ്ണ. ലവ് ലോട്ട്സ് ഉമ്മ. താങ്ക് യു. സജയൻ ഓമല്ലൂർ ഹാപ്പി ബർത്ത്ഡേ പൂടേന്ന്. ഈ സജയൻ ഓമല്ലൂർ 44 എന്നെ പഠിപ്പിച്ച സാറാണ് അങ്ങേര്. സജയൻ ഓമല്ലൂർ ഞാൻ സീരിയസ് ആയിട്ട് പറയാം. പക്ഷെ അത് അങ്ങേരല്ല സൂപ്പർ ചാറ്റ് ചെയ്തേക്കണേ. അത് എന്റെ കൂടെ പഠിച്ച ഏതോ ഒരുത്തനാണ്. സജയൻ സാർ ആണെങ്കിൽ സാറേ വെൽക്കം ടു ദ ലൈവ്. എന്റെ പൊന്നു സാറേ, ഞാൻ സജയൻ സാർ ആണെങ്കിൽ പക്ഷെ ഇത് വേറെ ഏതോ പൂടെയാണെന്നാ സാറേ എനിക്ക് തോന്നണ കേട്ടാ. പക്ഷെ സാറാണെങ്കിൽ എനിക്കൊന്നും പറയാനും പറ്റത്തില്ല. സാറിന്റെ വീഡിയോ ഒക്കെ കാണുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഇനി സാറാണോ എന്ന് എനിക്കറിയില്ല. സാറിനെ പൂടെന്നാണ് വിളിക്കണത്. പൂടെന്നാണോ വിളിക്കുന്നത്? കറക്റ്റ് പൂടെന്നാണോ അതോ? ഹലോ
പറയടാ. ഏതോ എന്നെ എടുത്ത് കളഞ്ഞേട്ടാ എന്റെ ഇടയിൽ നിന്ന്. ഓ അല്ലല്ല, പ്രശ്നമില്ല. എഡിറ്ററിന് സെറ്റ് ആക്കിക്കോളാം. ഓക്കെ സീൻ ഒന്നുമില്ല. ഓക്കെ അപ്പോൾ ടേക്ക് കെയർ, ബൈ. ഓക്കെ. കുന്നുംകുളം ആണെന്നാണ് തോന്നുന്നത്. എന്നെ സീരിയസ് ആയിട്ട് എന്നെ പഠിപ്പിച്ച സാറാണ് സജൻ സാർ. കല്യാൺ സ്കൂളിൽ പഠിച്ച പിള്ളേർക്കൊക്കെ അറിയാം. ഹാപ്പി ബർത്ത്ഡേ വാസവണ്ണ. ഗുലാൻ ചേട്ടാ ഹായ് തരുവോ? ഗുലാന്റെ ഹായ്. ഗുലാനെ ഒരു ഹായ് ഇടറാ. പേരെന്തിരുന്നാ? AS ജിനോ. അനുരാഗ് ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ 333. ഹാപ്പി ബർത്ത്ഡേ ബ്രോ. ഒരു സോങ് പാടാം. അയ്യോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പാടാം ബ്രോ, കുറച്ച് കഴിഞ്ഞിട്ട് പാടാം. കട്ടെടുത്ത തേങ്ങ. ഹാപ്പി ബർത്ത്ഡേ ഈഗിൾ ബ്രോ. ലവ് ഫ്രം ചുണ്ടൻസ് ഫാം. ചുണ്ടൻസ് എന്താണ്? താങ്ക് യു സോ മച്ച് ഫോർ 50 rupees ബ്രോ. ഡയൺ വർഗീസ് 100 rupees. AB ബീസ്റ്റ് ആണ് എൻ്റെ ഫസ്റ്റ് ഫേവറേറ്റ് സ്ട്രീമർ. ഓ ആ ഹോണസ്റ്റിക്ക് ഞാൻ ഓർത്ത് ഇവൻ മറ്റേ ആളെ വെച്ച് സെറ്റ് ചെയ്തതായിരിക്കും ബ്രോ. അല്ലല്ല, AB ബീസ്റ്റ് ആണ് പുള്ളിയുടെ ഫേവറേറ്റ് സ്ട്രീമർ. കണ്ണമ്മോൻ 100 rupees. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ആയിത്തം ബ്രോ താങ്ക് യു സോ മച്ച് 179. ഹാപ്പി ബർത്ത്ഡേ ഈകളെ. ലോട്ട്സ് ഓഫ് ലവ് ഫ്രം TM എക്സ്ട്രൈറ്റ്. ഓക്കെ താങ്ക് യു ബ്രോ. ഇതെന്തൊരു ഹമാരാ ബച്ചേക്കെ അവന്റെ കൊച്ച് ചുമ്മാ തന്നെ. देख सकते हो गाइस, ये हम दोनों का बच्चा है, ठीक है? और इसे मैं बोला कि छुपा के रख. मामा क्या कर रहा है? पापा बोलो. आया पापा बोलो. डर गया. यही हो गया, बस इतना ही. പപ്പ ബോലോന്ന്. ഈ പ്രായത്തിൽ ഞാൻ എന്റെ പപ്പയോടായിരുന്നു പപ്പ ബോലോ എന്തെങ്കിലും പറ പപ്പ ബോലോ. ഞാൻ അങ്ങോട്ട് പറഞ്ഞതല്ലാതെ ഈ പ്രായത്തിൽ പപ്പ ബോലോ ഒരാളുടെ അടുത്ത് പറയാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. ഇവ എത്ര വയസ്സുണ്ടാ ഇവര്? 26 വയസ്സായിരുന്നു എനിക്ക്. 26 വയസ്സാണ്. പപ്പ ബോലോന്ന്. ചൈൽഡ് മാരേജ് ഒന്നും ഇന്ത്യയിൽ ഉപദ്രവിച്ചിട്ടില്ല ഇതുവരെ. അല്ല പിന്നെ കറക്റ്റ് പ്രായത്തിൽ കിട്ടിയതെന്നാണ്. അഭിജിത്ത് തോമസ് ബ്രോ താങ്ക് യു സോ മച്ച് 44. ലവ് ഫ്രം പത്തനംതിട്ട 20 years ആയ കുണ്ടി കാണി. ഈ പത്തനംതിട്ടയിൽ നിന്നിട്ട് എൻ്റെ നാട്ടിൽ നിന്നിട്ട് ഇമ്മാതിരി വർത്തമാനം പറയല്ലേ അഭിജിത്ത് തോമസ് ബ്രോ. MBAKU ഗെയിമിംഗ് ചുമപ്പ് 2206.97 rupees സൂപ്പർ ചാറ്റ്. താങ്ക് യു സോ മച്ച് ബ്രോ. ACK ബ്രോ താങ്ക് യു സോ മച്ച് 20 rupees സൂപ്പർ ചാറ്റ്. L2 Talks ബ്രോ താങ്ക് യു സോ മച്ച് 40. ഹാപ്പി ബർത്ത്ഡേ വാസവണ്ണ. ലവ് യു ബാബു സേട്ട്. ഇവിടെ കുറേ വരും. ഇതിനകത്തായിരുന്നു ആ സൗണ്ട് കേട്ടെ. ഇതാരും എന്നെ തന്നെ നിങ്ങളെ എല്ലാരെയും നീകൻ എന്തൊരു ഗ്ലാമറാണ്. അവന്റെ ചുണ്ട് കണ്ടടാ. അവന്റെ ചുണ്ട് കണ്ട നീകന്റെ കിടിലല്ലേ. സത്യം. ക്യൂട്ട് ബോയ്. ഓ കീരി. ഇത് രണ്ടും ഓ ഗുലാനെ നോക്ക്. ഗുല ലുക്ക് അല്ലേ. ഗുല സിംഗിൾ ആണോ ഗുലാനെ? കമ്മിറ്റഡ് ആണ്. ഗുലാൻ ആർക്കും മെസ്സേജ് അയക്കണ്ട കേട്ടാ. കമ്മിറ്റഡ് ആണ്. അടുത്ത സിംഗിൾ ആണോ? സക്കീർ എനിക്ക് ഇവനോട് മാവന്റെ ഇവനെ കണ്ട താടി കണ്ട ഇവന്റെ താടിയും മീശയും. മീശ നോക്കാതിരിക്കല്ലേ. ഓ ഇത് കണ്ണിനകത്ത് ചോന്നത്. ഇത് കറക്റ്റ്. ഇതാര് സ്പീഡും പ്രോസറോ? ഓ
വീടിന്റെ ഫോട്ടോ ഉണ്ടെന്നാണോ? ഞാൻ രണ്ടുപേരും കണ്ടിട്ടുണ്ട്. വീടും ടുബോർക്കും ഒരേ ലുക്ക് പോലെ. ഹാപ്പി ബർത്ത്ഡേ കൂടൽ പുണ്ടേ. താങ്ക് യു സോ മച്ച് ബ്രോ. എമിൻ മാമച്ചൻ താങ്ക് യു സോ മച്ച്. യെസ് ഐ എം എ കൂടൽ പുണ്ട. കാർത്തിക് വിയസ് താങ്ക് യു സോ മച്ച് ഫോർ 20 ബ്രോ. RDPR ഒഫീഷ്യൽ താങ്ക് യു സോ മച്ച് ഫോർ 20. അൻസിൽ ചോഗത് ബ്രോ. അൻസിൽ 10,000 സൂപ്പർ ചാറ്റ്. ഹാപ്പി ബർത്ത്ഡേ ആണ്. ഓ താങ്ക് യുടാ, താങ്ക് യു. തുമ്പൂർ ഷിബു 20. ഇതൊക്കെ ഗുണ്ടകളുടെ പേരാണ് ഇതൊക്കെ. തുമ്പൂർ ഷിബു. ഹെഡ് ഹണ്ടർ ഹാപ്പി ബർത്ത്ഡേ ബ്രദർ. റിബലിനെ വീസി എടാ റിബർ എവിടെ എന്ത് അതായിരിക്കുന്നു. ഹലോ സരക്കേ. ഹലോ അവനിവിടെ AFK. അവൻ ഇവിടെ ഇരിക്കട്ടെ, വരട്ടെ. ഹാപ്പി ബർത്ത്ഡേ ബ്രദർ. അല്ലേ ഇനി അവൻ ഓഫ്ലൈൻ വിസിൽ ഇരുന്നല്ലേ. അവനോട് ഇരുന്നോട്ടെ. അംജാദ് ബ്രോ താങ്ക് യു സോ മച്ച്. ലവ് യു ബ്രോ. താങ്ക് യു സോ മച്ച് ബ്രോ. ലവ് യു ടു. ഹാപ്പി ബർത്ത്ഡേ ബ്രോ. വെയിറ്റിംഗ് ഫോർ ദ 6-pack റിവീൽ. മിന്നിയുടെ 6-pack റിവീൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ജിഷ്ണു കൊടിയേരി താങ്ക് യു സോ മച്ച് 40. അണ്ണ 12 AM 5 മിനിറ്റ് ഗ്യാപ്പ് വേണം. ഇന്ന് ഫസ്റ്റ് ലുക്ക് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഫസ്റ്റ് ലുക്ക് കാണാം. കാർഗോ M3 ഗെയിമർ ബ്രോ താങ്ക് യു സോ മച്ച് 40. വാസണ്ണ ഫാൻ ഹാപ്പി ബർത്ത്ഡേ ആണ്. താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു സോ മച്ച്. അവന്റെ കൂട്ടുകാരനെ കാള കുത്തി കൊന്ന ദിവസം അന്ന് അവൻ എന്താ ചെയ്തെന്നറിയോ? ആ കാളയെ അവൻ ജീവനോടെ കത്തിച്ചു. അന്ന് അവന് 7 വയസ്സേ ഉള്ളൂ സമയം. ഇങ്ങനെ ഓടക്കുഴലും പടക്കോ അത് ഒഴിച്ചുകൂടാൻ പറ്റുന്നൊരു സാധനം. ആ കാളയെ അവൻ ജീവനോടെ കത്തിച്ചു. അന്ന് അവന് 7 വയസ്സേ ഉള്ളൂ സമയം. ഇന്നവന്റെ പ്രായം അതല്ല, കനലിൽ ചുട്ടത്. അവന് ചെയ്യാൻ കഴിയുന്ന ഒരു ഫുള്ള് പോത്തിനെ അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി മയിൽ കറി. തേങ്ങയിലരച്ചത്. ഇവിടെ പുള്ളിയുടെ ഒരു എൻട്രി ഉണ്ട്, തോളത്ത് സാധനമൊക്കെ വെച്ച്. അതൊരു 1-1 ഐറ്റമാണ് കേട്ടോ. അത് ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാ. അണ്ണാ കിരൺ ബ്രോയുടെയും ബർത്ത്ഡേ ആണ്. ഏത് കിരൺ ബ്രോയുടെ മനസ്സിലായില്ല? ബ്രൂസെക്സ്. മിഥുൻ രാജ് DK ബ്രോ താങ്ക് യു സോ മച്ച് 40. ഹാപ്പി ബർത്ത്ഡേ ബ്രോ. ബാബു സേട്ടനോട് ഒരു സോങ് പാടാൻ പറ. ബാബു ഒരു പാട്ട് പാടിക്കൊടുക്കും എല്ലാവർക്കും. കേട്ടല്ലേ ബാബു ഒരു പാട്ട് പാടിക്കൊടുക്ക്. അല്ല എന്റെ അടുത്താ? നിന്റെ അടുത്ത് ഒരു പാട്ട്. മിഥുൻ രാജ് DK ബ്രോയ്ക്ക് ഒരു എല്ലാവർക്കും നിന്റെ ബാബു വോയിസിൽ ഒരു പാട്ട്. അയ്യോ ബാബു വോയിസിലായിരുന്നു. മലയാളി അറിയാമോ നിങ്ങൾക്ക്? മലയാളി അറിയാമോ? ചങ്കക്കുറിച്ചിനറിയാമോ? അത് മതിയാ? അങ്ങനെ മതിയാ? ഞാൻ ലിറിക്സ് സെറ്റ് ചെയ്തിട്ട് പാടാം, അതാണ് നല്ലത്. വേറൊരു ഫ്ലോയില് വന്നേ പെട്ടെന്ന് നിർത്തി. സ്പീഡ് താങ്ക് യു സോ മച്ച് 200. ഹാപ്പി ബർത്ത്ഡേ അണ്ണ. ഉമ്മ സ്പീഡേ മോനെ താങ്ക് യു സോ മച്ച്. ടെക്കി ടിവിയിൽ ഇപ്പോ ഇല്ല. ഇപ്പോ ടെക്കി ഉണ്ട് ബ്രോ. അവൻ അങ്ങനെ കേറത്തില്ലെന്നല്ലേ. എലിഡാസ്മിന്റെ ബർത്ത്ഡേ ആണോ? അയ്യോ കിരൺ ചേട്ടന്റെ ബർത്ത്ഡേ ആണോ? വിളിക്കണം. വിളിക്കല്ല, 1000 തിരിച്ചയക്കാൻ. ആ കമന്റ് ഇട്ടത് എലിയാ ആണല്ലേ? താങ്ക് യു സോ മച്ച് CA 2.79 ബ്രോ. ഹാപ്പി ബർത്ത്ഡേ അണ്ണ. ലവ് ഫ്രം കാനഡ. താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു സോ മച്ച്. വലത്ത് നിന്ന് ആദ്യം അണ്ണാ ചുമ്മാ ചെയ്ത കൊള്ളാമോ? വലത്ത് നിന്ന് ആദ്യം ഭരത്, തൊട്ടടുത്ത് നിൽക്കുന്നത് കുഞ്ഞനൻ, ജീപ്പിന്റെ മേളിൽ കയറിയിരിക്കുന്നത് കുറുപ്പ്, തൊട്ടപ്പുറത്ത് ചാടി നിൽക്കുന്നത് ഹൈദ്രു, 4 കുപ്പിക്കണ്ടങ്ങളാണ്. മംഗലശ്ശേരി നീലകണ്ഠന്റെ പട്ടാളം. നീ ഇതും കണ്ട് തരിച്ച് നാളെ സിറ്റി കയറി സകല പോക്കരത്തിനും കാണിച്ച് നാട്ടുകാരെ എല്ലാം തല്ല് വാങ്ങി തരണം. ഇവന്മാർക്ക് ഇങ്ങനത്തെ വീഡിയോ ദയവ് അത് ചെയ്തിടരുത് കേട്ടാ. ഇത് കാണുമ്പോഴാണ് ഇവന് മറ്റേ ഇത് കയറുന്നത്. സിനിമാറ്റിക് വാസോണിനെ കാണുമ്പോഴാണ് ഇവന്മാർക്ക് മറ്റേ കോൺഫിഡൻസ് കയറുന്നത്. എന്റെ നേരെ അത് അടിച്ച് അലക്കും, എനിക്കൊന്നും ചെയ്യാനും പറ്റണില്ല. ഇത് സിനിമാറ്റിക് ചെയ്തതാണ്. നീയൊക്കെ എന്നെ ഇവിടെ വരെ എത്തിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടി കൊണ്ടിട്ട് ഇപ്പൊ അവിടെ അടി, ഇവിടെ അടി, എല്ലായിടും അടി കാരണം മനുഷ്യന് ഇപ്പൊ RP കളിക്കാൻ പറ്റണില്ല. പൂട വെട്ടിയപ്പോ തുമ്പ് പോയവൻ 31 രൂപ സൂപ്പർ ചാറ്റ്. താങ്ക് യു സോ മച്ച് ബ്രോ. ഇന്നലത്തെ ബർത്ത്ഡേ പാർട്ടി ഓർമ്മിപ്പിക്കല്ലേ എന്റെ. ഫേസ്ബുക്ക് ഗെയിമിംഗ് ബ്രോ താങ്ക് യു സോ മച്ച് 20. ഡോണി DP ബ്രോ താങ്ക് യു സോ മച്ച് 110. ടുബോർക്ക് കിഡ് ലുക്കാണ്. മെറ്റിം വൺസ് അറ്റ് ബാംഗ്ലൂർ എയർപോർട്ട്. അവരെ ഒരുമിച്ച് കണ്ടു.
ഷമീം ബ്രോ താങ്ക് യു സോ മച്ച് 100. ഹാപ്പി ബർത്ത്ഡേ മൈ ഐഡൽ, ലവ് യു. ആൻഡ് ബോബൂട്ടനെ മിസ് ചെയ്യുന്നു. ബോബൂട്ടൻ വരും ഗൈസ്, സൂൺ വരും. ബോബൂട്ടൻ വരും. കുഞ്ഞപ്പൻ കുണ്ട്ര കൊളാബോത്ത് കൊച്ചുണ്ട പറയാ, ഇതെന്തൊരു പേര്? 20 സൂപ്പർ ചാറ്റ്. 20 ഇത്രയും വലിയ പേരാ? ലിൻഡു പൗലോസ് താങ്ക് യു സോ മച്ച് 40 ബ്രോ. ഹാപ്പി ബർത്ത്ഡേ വാസുണ്ണ, ലവ് യു ബാബു സേ. താങ്ക് യു ബ്രോ, താങ്ക് യു. പൂച്ചാണ്ടി താങ്ക് യു സോ മച്ച് 110 ബ്രോ. അണ്ണ ഒരു ഉമ്മതാ പൂച്ചാണ്ടി ബ്രോ. 7 താങ്ക് യു സോ മച്ച് 40 ബ്രോ. ഡാർക്ക് ഡെവിൽ ഹാപ്പി ബർത്ത്ഡേ ഈഗിൾ ബ്രോ. നാളെ +2 സേ എക്സാം ആണ്, പ്രാർത്ഥിക്കണം. എടാ ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് എഴുതാ. സൈറക്സ് വെൽക്കം ലൈവ്. എടാ Same way when your car is അലീനയുടെ ലാസ്റ്റ് റിയാക്ഷൻ കേട്ട് നോക്കാൻ. Same way when your car is sleeping, you start it, you let the car breathe. Let the car breathe, let the car get warm up. You don't expect your car to be like, wake up and go fast. You don't. You be like, wake up, wakey, wakey, wake up, my car, wake up. Take a deep breath. Exhale, inhale, exhale, and now you go. Habibi. This is the problem with 90% of people. They start the car, put the transmission, rev, and they go. Let the car breathe. ഇതില് മനസ്സിലായോ? എല്ലാം മനസ്സിലായി. let the car breathe. അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത് കാർ സ്റ്റാർട്ട് ആക്കാൻ മുമ്പേ വെളിയിൽ വന്നിട്ട് കാർ തടവി കൊടുക്കണോ? എഡ്യൂക്കേഷന്റെ പ്രശ്നമാണ്. എന്റെ പൊന്നലീനെ മോളെ, ഒരു പുറത്തോട്ട് പോവാൻ നിൽക്കുമ്പോഴേ ഹരിദാസന്റെ കാർ എടുത്തിരുമ്പോ നിർത്ത് ഞാൻ ഒന്ന് തടകട്ടെ. വണ്ടി എടുക്കല്ലേ ചേട്ടാ, വണ്ടി എടുക്കല്ലേ, കാർ ശ്വാസം വലിക്കട്ടെ. അയ്യോ അങ്ങനെ കംപ്ലൈന്റ് ആയി അന്ന് ഓക്സിജൻ സിലിണ്ടർ എടുപ്പിക്കും. എന്റെ പൊന്നു മോളെ, അത് ഉദ്ദേശിച്ചത് എല്ലാത്തിനും നമ്മളിപ്പോ എന്തായാലും ഒരു വാമപ്പ് ടൈം കൊടുക്കുക. വണ്ടി നേരെ സ്റ്റാർട്ട് ചെയ്ത് വിട്ടുപോവാ എന്നുള്ളതിനേക്കാളും ഹീറ്റ് ആവാനുള്ള ഒരു ടൈം കൊടുക്കുക. ഓഹ് എന്റെ അമ്മോ, ഈ ബുദ്ധിയില്ലാത്ത അതെങ്ങനെ ചന്ദ്രന്റെ കൂടെ നടക്കണേ. ലാസ്റ്റ് ഒരു ചോദ്യം ഉണ്ട്, കണ്ണാപ്പിയുടെ ഉത്തരം പറയാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? എന്റെ വീഡിയോ വാസണ്ണ റിയാക്ട് ചെയ്യുന്നു, വാസണ്ണൻ റിയാക്ട് ചെയ്ത വീഡിയോ അലീന റിയാക്ട് ചെയ്യുന്നത്, അലീന റിയാക്ട് ചെയ്ത വീഡിയോ ബ്രൈറ്റ് ഫോക്സ് റിയാക്ട് ചെയ്യുന്നത്, ബ്രൈറ്റ് ഫോക്സ് റിയാക്ട് ചെയ്ത വീഡിയോ വീണ്ടും ഞാൻ തന്നെ ബ്രൈറ്റ് ഫോക്സിനെ റിയാക്ട് ചെയ്യുന്നത്, അതെടുത്ത് വീണ്ടും അലീന കാണുന്നത്, അതെടുത്ത് ഇതിലെല്ലാം തുടങ്ങി വെച്ച എന്റെ ട്രോള് തന്നെ ഞാൻ വീണ്ടും കാണുന്നു. ഇതിലാരും വീണ്ടും കാണുന്നു, ഇതിലാരും മണ്ടൻ. ഇതാണ് PSC ചോദിക്കുന്ന ചോദ്യം, ഇതാണ് PSC ചോദിക്കുന്ന ചോദ്യം, ഇതിലാരും മണ്ടൻ. മുഹമ്മദ് സിയാസ് ബ്രോ താങ്ക് യു സോ മച്ച് 20. 44 mentioned the story account. Daniel bro thank you so much for the 40. Akhil Anand bro thank you so much for the 40. Happy birthday Vasanna. Hey Mithun Sundar bro thank you so much for the 200. 98 AGM birthday wishes from Ambu's Mod Group. Thank you so much for the 40 bro. Asif bro happy birthday Eagle bro, stay safe and healthy. Thank you so much Asif bro. And I am on bro thank you so much for the 20. Hulk Gaming Hulk IT thank you so much for the 22. Kingni Vava 44 രൂപ. ലിയോ മൂവിയെ കുറിച്ച് 2 വാക്ക്. പടം ഇറങ്ങിയില്ലല്ലോ ഇനി. Morpheus, happy birthday Anna Umma. Thank you Manawala for the 44. Ilangatil Thank you so much for the 1000 rupees super chat. Thank you so much for the 29 rupees super chat bro. My secret. സ്ക്രൂ ടൈറ്റ് ചെയ്ത് ഇത് സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന സാധനം ഇത്. അല്ല ഇത് ആന അടിക്കുന്നേ. ആ മണ്ടൻ ഇങ്ങനെ ഉപകാരമുണ്ട്. മണ്ടൻ മണ്ടൻ വായിക്കണം. ഇത്രയും കഴിവുണ്ടായിട്ട് PUBG കളിച്ചോണ്ടിരിക്കണ്. അടി കണ്ടില്ലേ? കിട്ടില്ല കേട്ടാ, ഷോക്കേസ് ആയിരിക്കും. നല്ല ഫ്യൂച്ചർ ശരിക്കും. ഇവന് നല്ലൊരു ലൈഫ് ഉണ്ട്. എവിടെയും വെച്ച് എല്ലാവരും കാണാം.
MK, thank you so much for 40 rupees. No paid promotion. This is a fanboy from Babu Legend. GP number type ചെയ്യണം. 40 അയച്ചുതരാം. ഫിയാസ് ടിവി ബ്രോ ഇപ്പൊ വന്നിട്ട് ഷോ സ്റ്റോപ്പർ ആയിട്ട് എല്ലാരും ഇതങ്ങ് നിർത്തിയിട്ടങ്ങ് പോയേനെ. Mighty bro, thank you so much for the 19. Kratos bro, thank you so much for the 27. Iprat bro, thank you so much for the 29. Yadu Krishna, thank you so much for the 45. Happy birthday bro. വായിച്ചു കഴിഞ്ഞാൽ റീഫണ്ട് ആക്കണം. എന്തിനു വർത്താനോടാ നീ എൻ്റെ അടുത്ത് പറഞ്ഞത്? ഈഗിളിന്റെ ബോൾസ് കട്ടവൻ 20 rupees സൂപ്പർ ചാറ്റ്. ഓ ശരി. അശ്വിൻ രാജേഷ്, താങ്ക് യു സോ മച്ച് ഫോർ ദ 100. ഹാപ്പി ബർത്ത്ഡേ ഈഗിളെ, ലവ് ഫ്രം TXA മോഡ്സ് ഫാം. താങ്ക് യു സോ മച്ച് ബ്രോ. ഇതെന്തിന് ഞാൻ കണ്ടത്? ഇതൊന്നും കാണിക്കില്ലേ? ഇതെന്താ പറഞ്ഞത്? മൂക്കുപൊടിയിലടാ. പണ്ട് മറ്റേ ജലദോഷം എന്തോ സാധനം ഊഞ്ഞാൽ എന്തോ ഒരു പൊടി പറയാം. അത് ആ സാധനം ഭയങ്കര തുമ്മലായിരിക്കും. തുമ്മി ആൾക്കാര് തൊലയും ആ സാധനം. ഇതൊക്കെ തുമ്മാൻ ആൾക്കാര് സാധനം വലിക്കണ ഓ പ്രശ്നമാണ്. എടാ എനിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തുമ്മൽ കാരണം എനിക്ക് എന്റെ ഒരു ദിവസം പോകും. എനിക്ക് ഇസ്നോഫിൽസ് ഉള്ളതാ. ഇത് ഞാൻ നിർത്താൻ ഇത് നിർത്താൻ ഞാൻ എന്തെങ്കിലും ചെയ്യണം. അപ്പൊ ഓരോരുത്തന്മാര് മൂക്കിനകത്ത് ഓരോന്ന് വലിച്ചേരി തുമ്മണ്. ഇത് ഓ 2 ദിവസം വലിച്ച ആളും പോവും. മൂക്ക് ഫ്രീ ആവല്ലോ. ആളെ എത്താൻ പിന്നെ മൂക്ക് ഫ്രീ അല്ലേ? ശ്വാസം പോകണ്ടല്ലോ. പിന്നെ മൂക്ക് ഫ്രീ അല്ലേ ചെയ്താലും മൊത്തം ബുദ്ധിയില്ലാത്തവനെ. അനീഷേട്ടാ, the day is all yours. Have fun. Happy birthday dear brother. വാട്സ്ആപ്പ് നോക്കാം അനീഷേട്ടാ. താങ്ക് യു സോ മച്ച് for the 4.99. Thank you so much. Love you a lot. Anishas, thank you so much for the 20. Levi, thank you so much for the 200 rupees. Happy birthday Eagle bro. Thank you so much bro. Nico here bro. Thank you so much for the 22 rupees super chat. Sagat M bro. Thank you so much for the 44 rupees. Happy birthday Anna. Love from Men at Times Mods group. Thank you bro. Thank you. Sharath SK, thank you so much for the 22 rupees. Tony, thank you so much for the 200 rupees. Happy birthday Etai. Love, lots of love. Rio fam. Makkale, thank you so much ra. Farsad bro, thank you so much for the 44. Advance happy birthday Eagle. Love from Gogu Mods. Oh, എവിടുന്നൊക്കെയാണ് ഇത് വരുന്നത്? ബിസിനസ് സ്റ്റാർട്ടപ്പ് ഇതായിരുന്നു അല്ലേ? SP. പ്രതിമ പണിയാൻ 2000 കോടി രൂപ ചെലവാക്കുന്ന ഈ രാജ്യത്ത് പണമില്ല എന്ന പേരിൽ ലോകത്തിലെ ഒരു സ്ഥാനക്കാരുമായുള്ള സൗഹൃദ ഫുട്ബോൾ മത്സരം ഒഴിവാക്കുന്നു. മതപരിപാടികൾക്ക് നൽകുന്നതിൻ്റെ 0.5% പോലും ഇന്ത്യയിൽ ഫുട്ബോളിന് വേണ്ടി മാറ്റിവെക്കുന്നില്ല. പറഞ്ഞത് ബ്രോ, സ്പിറ്റിംഗ് ഫാക്ട്സ്. കാക്കയ്ക്ക് തൂറാൻ 2000 രൂപയുടെ പ്രതിമ. 2000 കോടിയുടെ പ്രതിമ. 2000 കോടിയുടെ 40 ലക്ഷം എടുക്കില്ല. ഓ ഡാർക്ക്. ഇത് എന്തിനിപ്പൊ ഇപ്പൊ വരാൻ പോണത്? എന്തിനോ വലുതാണ് കേട്ടാ. ജന്മദിന ആശംസകൾ. ലവ് ഫ്രം ബാംഗ്ലൂർ. താങ്ക് യു ബ്രോ. മുഹമ്മദ് ഷിരാസ് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ 40. ലവ് ഫ്രം തമിഴ്നാട്. ഹാപ്പി ബർത്ത്ഡേ ആണ്. താങ്ക് യു സോ മച്ച്. കിച്ചു 24 YT ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ 40 rupees. ബർത്ത്ഡേ ട്രീറ്റ് ആയിട്ട് GTA 5 വാങ്ങി തരുവണ്ണ. 4 Pro ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ 22 rupees. അഞ്ചിൽ മാത്യു, ഹാപ്പി ബർത്ത്ഡേ ഏട്ടായി. ലവ് ഫ്രം റിയോ ഫാമിലി. ഇതെല്ലാം ഏട്ടായി ആണല്ലോടാ. ആദിലെ, താങ്ക് യു സോ മച്ച്. ഹാപ്പി ബർത്ത്ഡേ ഏട്ടായി. ലോട്ട്സ് ഓഫ് ലവ് ഫ്രം റിയോ ഫാമിലി. ഉരയിലാടുന്നവന്റെ പറയിലാടുന്നവൻ 200 രൂപ സൂപ്പർ ചാറ്റ്. 2 കൂടൽ പുണ്ട വെള്ളത്തിൽ ഓ താങ്ക് യു ബ്രോ. താങ്ക് യു. ഉറുമ്പ് പിടിച്ച് ചൊറിഞ്ഞവൻ 20 രൂപ സൂപ്പർ ചാറ്റ്. താങ്ക് യു ബ്രോ. താങ്ക് യു. 2 കൂടൽ പുണ്ട അതല്ലോ അറബിയുടെ കറവക്കാരൻ 50 രൂപ സൂപ്പർ ചാറ്റ്. ഹാപ്പി ബർത്ത്ഡേ ഏട്ടായി റിയോ ഫാമിലി. താങ്ക് യുടാ. ചേട്ടാ, ഒരു വെബ് സീരീസ് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യണേ. ഫുൾ സപ്പോർട്ട് ബ്രോ. താങ്ക് യു സോ മച്ച്. അക്കൂസ് മലയാളം. താങ്ക് യു സോ മച്ച്. 110. വിശാഖ് വിവി ബ്രോ, താങ്ക് യു സോ മച്ച്. ഹാപ്പി ബർത്ത്ഡേ ഏട്ടായി റിയോ ഫാം. താങ്ക് യുടാ. മിവിൻ വിൽസൺ ബ്രോ, താങ്ക് യു സോ മച്ച്. 100. ഹാപ്പി ബർത്ത്ഡേ ആണ്. ലവ് ഫ്രം ക്യൂൻ ബി. എല്ലായിടത്തും വന്ന് ബ്രൈറ്റ് ഫോക്സ്. ഹാപ്പി ബർത്ത്ഡേ കൊണ്ടുപോവേ. ബർത്ത്ഡേ ആഘോഷിക്കാൻ ഞാൻ കാണില്ല. കേക്ക് കട്ട് ചെയ്യണം. എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ. ബാംഗ്ലൂർ തെരുവിന്ന് ഇപ്പൊ സൂപ്പർ ചാറ്റ് ചെയ്തു. എലിവാവേ, താങ്ക് യു സോ മച്ച്. മാമി ലവ്.
അവര് കൂടെ പഠിച്ചവര് തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ട് എന്തായിക്കോട്ടെ. Thank you so much for the SAR 84.99. ഹാപ്പി ബർത്ത്ഡേ ഏട്ടാ. ലോട്ട്സ് ഓഫ് ലവ് റിയ ഫാം. നിസുക താങ്ക് യു സോ മച്ച്. വാഴകൃഷി ചെയ്ത് പണക്കാരനായവൻ. എത്ര രൂപ വെച്ചു അവൻ എത്ര രൂപ വെച്ചു? മെമ്പർഷിപ്പ് എടുത്ത് മെമ്പർഷിപ്പ്. സൂരജ് വി ബ്രോ താങ്ക് യു സോ മച്ച് 100. ഹാപ്പി ബർത്ത്ഡേ ലവ് ഫ്രം ബാബു ഫാൻസ് കറക്കമ്പാടം യൂണിറ്റ്. താങ്ക് യു ബ്രോ. രോഹിത് ബ്രോ താങ്ക് യു സോ മച്ച് 20 rupees super chat. ഹിറ്റ്ലർ ഗെയിമിംഗ് താങ്ക് യു സോ മച്ച് for the 100 rupees super chat. Ajit Kumar Air bro thank you so much for the 2 pound. Happy birthday Vasuna love from London. Ashwati Achus thank you so much for the 100. Happy birthday Eagle bro love you so much. Ashwati Achus thank you so much. Monu thank you so much for the 20 rupees. ഇനി ഇവിടെ എന്തോ വലുത് വന്നിരിപ്പുണ്ട്, നമുക്ക് നോക്കി നോക്കാം. സെഡോൺ മുതലാളി. ഹലോ. ഓ താങ്ക് യു ബ്രോ താങ്ക് യു. കേൾക്കുന്നുണ്ടോ? ഓ കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്തിനായിരുന്നു എന്റെ പ്ലേ? ലൈവില വിളിക്കാം. ഓ മിന്നണ്ട മറ്റേ പടം വരച്ചില്ലേ ബസ്സിലിരുന്ന്? എന്തിന്? ഓ മൈൽസിന് നോക്കണം, എന്ത് ക്യൂട്ടാണ് മൈൽസ്. ഇത്ര ക്യൂട്ട് ചെക്കനെ മൈൽസ് നോക്ക്. ഇവ ഇതുപോലെ ഇരിക്കും ഇപ്പോഴും. ഓ മയിലേ കുയിലേന്ന് മൈ. ഓ ഇത് വേറെ ചന്തിമുഖൻ. ഇതാര് വിളിക്കുന്നേ? ഹലോ ഹലോ ഹലോ, ആരാ? അഭിഷേക് അല്ലല്ലോ. ഓ കുഴപ്പമില്ല ബ്രോ, കുഴപ്പമില്ല. അഭിഷേകാണോ? ഹലോ ആ പറയടാ. ഓ സെറ്റ് അഭിഷേകാണോ? ആ കൊച്ചിനേക്കാ ക്യൂട്ട് ടുബോർഗാണെന്ന് ഞാൻ പറയും. ഇത് നോക്കിയേ ക്യാമറ നോക്കിയേ. ഒന്നൂടെ ബർത്ത്ഡേക്ക് തന്നിട്ടുണ്ടേ. ആ ഓക്കെ. അച്ചോ പിന്നല്ല എന്റെ ഡിസ്കോഡ് ട്രോൾസ് അവിടെ പോയി അത് ചാനൽ ഡിലീറ്റ് ആയി പോയി. അങ്ങനെ വൈറ്റ് ട്രോൾസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല ഇവിടെ. എന്തോ ഇവിടെ പിന്നെ മനു ഗോവിന്ദ ബ്രോ താങ്ക് യു സോ മച്ച് 20 rupees. ബിഗ് ഫാൻ ഓഫ് വാസണ്ണൻ ആൻഡ് ബാബു കോംബോ. എൻജോയ്ഡ് എ ലോട്ട്. സ്ട്രെസ് റിലീഫ്. താങ്ക് യു സോ മച്ച് ബ്രോ. DMG ദൽക്കര താങ്ക് യു സോ മച്ച് ഫോർ ദ 40. ബ്ലാക്ക് സ്റ്റോൺ വൈറ്റ് മാമൻ ഗെയിമിംഗ് ഹാപ്പി ബർത്ത്ഡേ മാമൻ ബ്രോ. ചേട്ടാ വെൽക്കം ടു ദ ലൈവ്. താങ്ക് യു സോ മച്ച് ഫോർ ദ 200 rupees സൂപ്പർ ചാറ്റ്. Happy birthday to you, Mira. Happy birthday to you, Bodaji. Happy birthday to you, very. Happy birthday to you, Chatili Meire. എങ്ങനെയുണ്ട്? ഇതൊക്കെ ഞാനടക്കം കുറെ ഓഡിയൻസ് നിന്റെ അടുത്ത് ചോദിക്കാൻ വെച്ചിരുന്ന ചോദ്യങ്ങളാണ്. നീ ചത്തില്ലേ മൈനെ? മനസ്സിലായോ? രാത്രി ചന്ദ്രന്റെ മൈക്ക് പിടിക്കാൻ പോയി അവിടെ. ഇതൊക്കെ നിന്നോട് ചോദിക്കാൻ വെച്ചിരുന്ന ചോദ്യങ്ങളാണ്. കക്കോസി പോവാത്തവൻ 8010. ഓ താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യുടാ. സച്ചിൻ സുരേഷ് ബ്രോ താങ്ക് യു സോ മച്ച് 8010. അനൂപ് ഏജി ബ്രോ താങ്ക് യു സോ മച്ച് 400. ഹാപ്പി ബർത്ത്ഡേ വാസുണ്ണ. ആരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. ബിഗ് ഫാൻ ഓഫ് യു. മെന്റൽ റിലീഫ് എൻ്റെ TV. ലവ് യു. താങ്ക് യു സോ മച്ച് ബ്രോ. അയൻ ത്രിലോക് താങ്ക് യു സോ മച്ച് 449. എൻ്റെ 2 സൂപ്പർ ചാറ്റും കണ്ടില്ല. ഹാപ്പി ബർത്ത്ഡേ തില്ലണോ? എടാ കണ്ടില്ലടാ, സോ സോറി. താങ്ക് യു. ജസ്റ്റ് നന്ദു ഹാപ്പി ബർത്ത്ഡേ അണ്ണ. ലവ് ഫ്രം TXA ഫാമിലി ആൻഡ് ബുൾസ് മോഡ്. താങ്ക് യുടാ. താങ്ക് യു. KMC ഗോകുൽ താങ്ക് യു സോ മച്ച് 111.11 ബ്രോ. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ ഈഗിൾ ബ്രോ. ഹാപ്പി ഹേ മിന്നി എണ്ണോ എന്ന് പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച് ബ്രോ.
Sean Raju bro, thank you so much for the 179. Anna, happy birthday Vasana. Thank you bro. Men at Arms Gaming 449 rupees super chat. Happy birthday Egle. Have a great year again. Remember, if you are a Luffy, I'm Zoro. Oh, but a cartoon. കാർട്ടൂണിനെ പറ്റി ഡിസ്കസ് ചെയ്യരുത് പ്ലീസ്. യൂട്യൂബ് താങ്ക് യു സോ മച്ച് 40. ഹാപ്പി ബർത്ത്ഡേ വാസോണ്ട. ലവ് ഫ്രം യൂട്യൂബ് ഫാമോസ്. താങ്ക് യു ബ്രോ. റേജ് വൈപ്പർ താങ്ക് യു സോ മച്ച് 110. ഹാപ്പി ബർത്ത്ഡേ എട്ടായി. ലോട്ട് ഓഫ് ലവ് റിയോ ഫാമിലി. താങ്ക് യു സോ മച്ച്. മഗ്ലർ ബ്രോ താങ്ക് യു സോ മച്ച് 44. 44 ഹാപ്പി ബർത്ത്ഡേ എട്ടായി. റിയോ പിള്ളേരാണല്ലോ, ഞാൻ വായിച്ചു വെച്ച് എന്നെ തൊണ്ട് പോയിട്ട്. റാംപ്ലേസ് ഡീറ്റെയിലിംഗ് RMC താങ്ക് യു സോ മച്ച് ഫോർ ദ 1799. മിനിമം ഹാപ്പി റിട്ടേൺ ടു ദ ഡേ. ഹാവ് എ ബ്ലാസ്റ്റ് ഈഗിളെ. താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു. ഡോക്ടർ കാർലോ താങ്ക് യു സോ മച്ച് ഫോർ ദ 20 rupees super chat. അടുത്തത് മെന്നി, ഇന്നലെ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ കാണിച്ചു, ഓർമ്മയുണ്ടോ മെന്നിക്ക്? മറ്റേ ഞാൻ പറയല്ലേ, മറ്റേ ആരെ പോലെ ഇരിക്കണമെന്ന്. ഞാൻ അത് റിവീൽ ചെയ്യട്ടെ. അത് എന്റെ പൊന്നികളെ കരിയർ ഫോട്ടോ കാണിച്ചു കൊടുത്ത ബ്രോ. അത് കാണിക്കില്ല. ഇന്നലത്തെ ഗോകുവിന്റെ ഗ്രൂപ്പിൽ വന്ന ഫോട്ടോ അല്ല, ഞാൻ ഫോട്ടോ കാണിച്ച കരിയർ എൻഡിങ് ആണ്. കരിയർ എൻഡിങ് സീൻ അന്നത്തെ എന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ഇവിടെ അത് പക്ഷേ ഇത് എനിക്ക് കാണിക്കണോ, കാണിച്ചിട്ട് നമുക്ക് അത് സ്റ്റാറ്റസ് ഇടായിരുന്നു. അത് കിടിലം ഫോട്ടോയാണ്. അതൊരു കിടിലം ഫോട്ടോയാണത് ഗൈസ്. ഞാൻ കാണിച്ചു തരാം ഗൈസ്. എന്നെ കാണിച്ചു തരാം. വെയിറ്റ്. എനിക്കതിന് കാണണ്ട ഫോട്ടോ. ഈ ഫോട്ടോ എവിടെ നിന്ന് പൊക്കിന്നാണ്? എന്റെ പഴയ കാലത്തൊരു ഫോട്ടോ. അപ്പുറത്തേക്ക് കട്ട് ചെയ്ത് കളഞ്ഞ നന്നായി. ഏത് വർഷത്തെയാ? ഇത് കുറച്ച് പഴക്കമുണ്ട്. ഇയർ പറ. ഇതൊന്നും ഓർമ്മയില്ല. വാസണ്ണന്റെയും വിജയണ്ണന്റെ ബർത്ത്ഡേ. അണ്ണൻ സെൻഡ് ചെയ്യുന്നേ ഉള്ളൂ. Ramblers detailing RMC. Many more happy returns today. Have a blast eagle. Thank you so much for Dr. Carlo. Thank you so much for the 20 bro. Game Hunter bro. Thank you so much for the 40 rupees. Happy birthday Anna. Adole happy birthday eagle for 40 rupees super chat. Mohammad Wasim bro. Thank you so much for the 555. Thank you so much bro. Menis Angels. Thank you so much for the 444.44. Happy birthday Eagle bro. Umman or Menis Angels and Hermes bro. Thank you so much for the 44. Happy birthday Eagle bro from Suni Mode fam. Thank you bro. Shahadam bro. Thank you so much for the 200. Happy birthday Eagle. Love from Meta fam. Thank you so much guys. Ellarku thank you so much. 2 more minutes. ഞാൻ മറ്റേ സാധനം ഇപ്പുറത്തെടുക്കട്ടെ പെട്ടെന്ന് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ സീന. ഞാൻ ആരെ പോലെ ഇരിക്കുന്ന ക്ലൂ കൊടുക്കട്ടെ ഞങ്ങളെ? അയ്യോ, എനിക്കിത് കാണിക്കാൻ വയ്യ. ഈകളെ ക്ലൂ കൊടുക്കട്ടെ? ഞാൻ കാണിക്കണ ആരെ പോലെ ഇരിക്കുന്നു. വേണ്ട അത് കഴിഞ്ഞിട്ട് നോക്കി കണ്ടൊക്കെ ഫോട്ടോ കണ്ടോ? 1 മിനിറ്റ് കൂടെ ഉള്ളു ബർത്ത്ഡേക്ക്. ഈ ബർത്ത്ഡേക്കും കൂടെ വൃത്തിയായിട്ട ഫോട്ടോ ഒന്നും കാണല്ലേ? ഈകൾ ആ ഫോട്ടോ കരിയർ എൻഡിങ് ആണ്. അത് തീർന്നു. ML Undi Gaming Mighty, thank you so much for the birthday. Happy birthday Vasana. Love you bro. Big fan. Thank you bro. Thank you. Ash KR bro. Thank you so much for the 200 rupees. Happy birthday Etai. Love from Rio family. Aisha, thank you. Vishwame, thank you so much for the 200 rupees. Happy birthday Anna. Pinna live wallpaper എവിടെ നിന്ന് കിട്ടും? അത് Steam wallpaper engine. Dingen from Kundra, thank you so much for the 44 rupees super chat. Akki, thank you so much for the 40 bro. Oh, ഇനിയിപ്പോ എല്ലാരും ഇവിടെ ഹലോ കേക്കാവോ? ഓ പറയടാ. എടാ ഒരു മിനിറ്റ്, ഒരു കോളില. പറഞ്ഞോ. 1 മിനിറ്റ് കൂടെ ഉള്ളു ബർത്ത്ഡേക്ക്, അതുകൊണ്ട് ഇനി കട്ടാവൂല ഇപ്പോഴൊന്നും. പോയി താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ക്യാമറ ഓൺ ആക്കിട്ടെ. അവിടെ അമ്മരല്ലേ എത്തി.